ഓക്കെ, അപ്പൊ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. അപ്പൊ നിങ്ങൾ പ്രോഗ്രാം ആദ്യമായിട്ട് പഠിക്കുന്നതാണോ അല്ലെങ്കിൽ മുന്നേ സി പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ച ആളുകളുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ കയ്യില്? ഇല്ല, PDF ആ. ഓക്കെ ഓക്കെ, PDF എന്റെ കയ്യിലുണ്ട്. ഞാൻ PDF ഷെയർ ചെയ്യാം. PDF ബേസിലെ ക്ലാസ് എടുക്കാം നമുക്ക്. ഓക്കെ, അതിന് എന്തെങ്കിലും ഡൗട്ട്സ് അതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം. ഓക്കെ, കേൾക്കുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, കേൾക്കാം. ഓക്കെ, നമുക്ക് സി പ്രോഗ്രാമില് 3 പാർട്ടായിട്ടാണ് വരുന്നത് ടെക്സ്റ്റ് ബുക്ക്. ഫസ്റ്റിൽ നമുക്ക് അതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് പാർട്ടിൽ കൺട്രോൾ സ്ട്രക്ചേഴ്സും, തേർഡ് പാർട്ടിൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഫയൽസ് ആണ് വരുന്നത്. ഈ 3 പോർഷൻസ് ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് കണ്ടിന്യൂസ്ലി റിപ്പീറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാം. അതിന് കൂടെ തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ബേസ് ചെയ്തിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പറയാം. അത് പ്രോഗ്രാം എഴുതാൻ അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു പ്രോഗ്രാം എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ തിയറി പോർഷൻസ് കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. നമ്മൾ സാധാരണ ലാബ് ആയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. ആദ്യം 2-3 പ്രോഗ്രാംസ് പഠിച്ചിട്ട് അതിന് ശേഷം ഈ തിയറി പഠിപ്പിക്കാറാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും കുറച്ചും കൂടെ ഈസി ആയിരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് എന്താണ് ഒരു പ്രോഗ്രാം എന്നുള്ളതാണ്. ഒരു സെറ്റ് ഓഫ് കോഡ്സ് എഴുതുന്നതാണ് നമ്മളൊരു പ്രോഗ്രാം ആയിട്ട് കണക്കാക്കുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? ലോ ലെവൽ ലാംഗ്വേജസും ഹൈ ലെവൽ ലാംഗ്വേജസും ആയിട്ട് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ സി പ്രോഗ്രാമിംഗ് ഒക്കെ ഹൈ ലെവൽ ലാംഗ്വേജിലാണ് പെടുത്തുന്നത്. ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് തന്നെ 2 രീതിയിലുണ്ട്. ഒന്ന് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗും ഒന്ന് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗും. നമ്മളെ സി പ്രോഗ്രാമിംഗ് ഒരു പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫങ്ഷൻസിനാണ്. ബട്ട് ഇൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനകത്തുള്ള ഡാറ്റാസിന്, അതായത് ഒബ്ജക്ട്സിനും ക്ലാസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഒരു സോഴ്സ് പ്രോഗ്രാമിനെ എങ്ങനെ നമുക്കൊരു ഒബ്ജക്റ്റ് പ്രോഗ്രാം ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെ നമുക്ക് സോഴ്സ് പ്രോഗ്രാം എന്നും, അത് പ്രോഗ്രാം കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ചു തരുന്നതിനെ നമുക്ക് ഒബ്ജക്റ്റ് പ്രോഗ്രാം എന്നും പറയാം. ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. പ്രോഗ്രാം കമ്പൈലേഷൻ, എക്സിക്യൂഷൻ, റണ്ണിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതിൽ നമ്മൾ ഫസ്റ്റ് ഒരു പ്രോബ്ലം സോൾവിങ് ടെക്നിക്കിന്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് പ്രോബ്ലം ഡെഫിനിഷൻ ഫേസ് ആണ്. നമ്മൾ ഒരു പ്രോഗ്രാം തന്നു കഴിഞ്ഞാൽ അതിന്റെ എന്താണ് ആ പ്രോബ്ലം എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാം ആണ് തരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും ഒന്ന് ഡിഫൈൻ ചെയ്യാൻ നോക്കണം. നമ്മൾ ഒരു പ്രോഗ്രാം 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം തന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഫസ്റ്റ് 2 നമ്പേഴ്സ് റീഡ് ചെയ്യണം. ആ ഒരു വാല്യൂവിനെ വേറൊരു നമ്പറിലേക്ക് സേവ് ചെയ്യണം. ദെൻ ആ നമ്പറിനെ നമ്മൾ ഔട്ട്പുട്ട് ചെയ്യണം. അത്രയാണ് ആ ഒരു പ്രോഗ്രാമിൽ വരുന്നത്. സോ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ഡിഫൈൻ ചെയ്യണം. And the second step is getting started on a problem. നമ്മൾ ആ പ്രോബ്ലം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? നമ്മൾ ഏതൊരു പ്രോഗ്രാം തന്നു കഴിഞ്ഞാലും നമ്മൾ ഫസ്റ്റ് എഴുതുന്നത് അതിന്റെ അൽഗോരിതം ആണ്. ഒരു അൽഗോരിതം എഴുതിയിട്ട് അതിന് ശേഷമാണ് നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഓൺ എ പ്രോബ്ലം. The third step is the use of specific examples. ഏതെങ്കിലും ഒരു എക്സാമ്പിളിന്റെ ബേസിൽ പ്രോഗ്രാംസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്പെസിഫിക് എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സിമിലാരിറ്റീസ് എമംഗ് പ്രോബ്ലംസ്. വേറെ ഏതെങ്കിലും ഒരു പ്രോബ്ലമായിട്ട് സിമിലാരിറ്റി ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാം.
ചെക്ക് ചെയ്തതിന് ശേഷം പ്രോഗ്രാം ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് വർക്കിംഗ് ബാക്ക്വേർഡ്സ് ഫ്രം ദ സൊല്യൂഷൻ. സൊല്യൂഷനിൽ നിന്ന് ബാക്ക്വേർഡിലേക്ക് വർക്ക് ചെയ്യാം. നമ്മളിപ്പോ ഒരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ആ സൊല്യൂഷനിൽ ബാക്കിലേക്ക് ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. ഇത്രയാണ് നമ്മുടെ പ്രോബ്ലം സോൾവിങ്ങിന്റെ സ്റ്റെപ്സ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡിസൈൻ ഓഫ് അൽഗോരിതംസ് ആണ്. അൽഗോരിതം എന്ന് പറഞ്ഞാല് നമ്മളൊരു പ്രോഗ്രാമിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻഫർമേഷൻസ് എഴുതുന്നതിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു അൽഗോരിതത്തിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ പ്രോബ്ലം, ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഗ്രാമിന്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടും എന്ന രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോബ്ലം. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് യൂസ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓർ ഫങ്ഷൻസ് ടു എംഫസൈസ് മോഡുലാരിറ്റി. മോഡുലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അതിനെ ഡിഫറെന്റ് മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ മോഡ്യൂളും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനാണ് നമ്മൾ യൂസ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓർ ഫങ്ഷൻ ടു എംഫസൈസ് മോഡുലാരിറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ചോയ്സ് ഓഫ് വാരിയബിൾ നെയിംസ്. നമ്മൾക്ക് വാരിയബിൾ നെയിംസ് ചൂസ് ചെയ്യണം. വാരിയബിൾ നെയിം ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊരു പ്രോഗ്രാം, ഇപ്പൊ സം ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പേഴ്സ് അത് കഴിഞ്ഞിട്ട് സമ്മ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സം എന്ന് പറയുന്ന ഒരു വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. അപ്പൊ സം തന്നെ വേണമെന്നില്ല, പക്ഷെ നിങ്ങൾ ഒരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് അത് ഐഡന്റിഫയബിൾ രീതിയിലുള്ള വാരിയബിൾസ് കൊടുക്കാം. ഇപ്പൊ സം ആണെങ്കിൽ സംന്നോ, അല്ലെങ്കിൽ ഡിഫറൻസ് ആണെങ്കിൽ ഡിഫറൻസ് എന്നുള്ള രീതിയിലോ, അല്ല പിന്നെ മോഡുലസ് ആണെങ്കിൽ മോഡ് എന്നുള്ള രീതിയിലോ, അങ്ങനെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ വേണം നിങ്ങൾക്ക് ആ ഒരു വാരിയബിൾ നെയിമിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഡോക്യുമെന്റേഷൻ ഓഫ് ദ പ്രോഗ്രാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രോഗ്രാമിന് ഒരു ബ്രീഫ് ഇൻഫർമേഷൻസ് ആയിട്ട് ഒരു സെഗ്മെന്റ് ഓഫ് കോഡ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അതാണ് ഡോക്യുമെന്റേഷൻ ഓഫ് ദ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മളുടെ അൽഗോരിതത്തിന്റെ ഫീച്ചേഴ്സ്. പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോബ്ലം, യൂസ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് ഫങ്ഷൻ ടു എംഫസൈസ് മോഡുലാരിറ്റി, ചോയ്സ് ഓഫ് വാരിയബിൾ നെയിംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഓഫ് ദി പ്രോഗ്രാം. ഇനി നമ്മളൊരു അൽഗോരിതം എഴുതുമ്പോൾ ഫോളോ ചെയ്യേണ്ട ക്രൈറ്റീരിയാസ്. ഫസ്റ്റ് വൺ ഇൻപുട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ അൽഗോരിതത്തിന്റെ ഒരു ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു റിസൾട്ട് എങ്കിലും ഔട്ട്പുട്ട് ആയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ ഡെഫിനിറ്റ്നെസ്, അതായത് ഓരോ സ്റ്റെപ്പും ക്ലിയർ ആയിരിക്കണം. നമുക്ക് അതിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇൻഡെഫിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പും ക്ലിയർ ആയിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് ഫൈനൈറ്റ്നെസ്. ഫൈനൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അൽഗോരിതം എഴുതി കഴിഞ്ഞാൽ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിൽ ആ ഒരു പ്രോഗ്രാം എൻഡ് ചെയ്തിട്ടുണ്ടാവണം. അത് നമുക്ക് ഒരിക്കലും ഔട്ട്പുട്ട് ഇൻഫൈനൈറ്റ് ആയിട്ട് വരാൻ പാടില്ല. നമ്മൾക്ക് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡിഫൈൻ ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടുമ്പോൾ അതിനൊരു പ്രോപ്പർ റിസൾട്ട് ഉണ്ടായിരിക്കണം. ഒരിക്കലും അത് ഇൻഡെഫിനിറ്റ് ആവാം, ഇൻഫൈനൈറ്റ് ആവാൻ പാടില്ല. നെക്സ്റ്റ് വൺ ഈസ് എഫക്റ്റീവ്നെസ്. അത് നമുക്ക് ഒരു അൽഗോരിതം എഴുതുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പും അവിടെ അത്യാവശ്യമുള്ള ഒരു സാധനമായിരിക്കണം. വേണ്ടാണ്ട് ഒരുപാട് സ്റ്റെപ്സ് എഴുതിയിട്ട് ഒരു പ്രോഗ്രാമിനെ ഒരിക്കലും കോംപ്ലക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ എന്ത് തന്നെ വേണം, ഒരു പ്രോഗ്രാമിനെ വളരെ സിമ്പിൾ ആക്കിയിട്ട് ഓരോ സ്റ്റെപ്പും ആവശ്യമുള്ളതാണോ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അവിടെ ഒരു ആവറേജ് കാണാനുള്ള ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് സ്റ്റാർട്ട്. നമ്മൾ എല്ലാ അൽഗോരിതംസിന്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് സ്റ്റാർട്ട് ആണ്. And the second step is set the sum of the data values and the count to 0. എന്ത് ചെയ്യാം, ഡാറ്റ വാല്യൂസിന്റെ സമ്മ് സെറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ കൗണ്ട് എന്ന് പറയുന്ന ഒരു വാരിയബിൾ കൊടുത്തിട്ട് അതിനെ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുക. as long as the data values exist and the next data value to the sum and add 1 to the count. അപ്പൊ നിങ്ങൾക്ക് ഒരു ആവറേജ് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ ആ നമ്പേഴ്സിന്റെ സമ്മ് കാണാം. ദെൻ
അവിടെ എത്ര നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഈ ടോട്ടൽ സമ്മിനെ നമ്മളെ നമ്പർ ഓഫ് വാല്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പ് വരുന്നത് ടു കമ്പ്യൂട്ട് ദ ആവറേജ്, ഡിവൈഡ് ദ സം ബൈ ദ കൗണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് എന്താണ്? ഡിസ്പ്ലേ ദ ആവറേജ്. ആൻഡ് ദ സിക്സ്ത് വൺ ഇസ് സ്റ്റോപ്പ്. അതുപോലെ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് റൈറ്റ് ആൻ അൽഗോരിതം ടു കാൽക്കുലേറ്റ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4 × 5. അപ്പോൾ ആ ഒരു ഇൻക്രിമെന്റും അതിന്റെ കൂടെ തന്നെ മൾട്ടിപ്ലിക്കേഷനും ആണ് വരേണ്ടത്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ്, റീഡ് ദ നമ്പർ n. ഏത് നമ്പറിന്റെ ഫാക്ടോറിയൽ ആണോ കാണേണ്ടത് ആ നമ്പറിനെ റീഡ് ചെയ്യുന്നു. ദെൻ ഒരു പുതിയ വാരിയബിൾ i എന്ന് പറയുന്ന ഒരു വാരിയബിളിനെ 1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. അതുപോലെ തന്നെ ഫാക്ട് എന്ന് പറയുന്ന ഒരു വാരിയബിളിനെ 1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്? റിപ്പീറ്റ് ദ സ്റ്റെപ്സ് 4 through 6 until i = n. 4 മുതൽ 6 വരെയുള്ള സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യാം. അത് നമ്മൾ ഏതെങ്കിലും ഒരു ലൂപ്പാണ് യൂസ് ചെയ്യുക. 4 വൈൽ ഡു വൈൽ ഏതെങ്കിലും ഒരു ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? 4 മുതൽ 6 വരെയുള്ള ആ ഒരു സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യാം. ഇപ്പൊ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഇവിടെ വരുന്നത്? i n ആവുന്ന വരെ റിപ്പീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ട് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തേക്കുന്നത് 1 എന്നാണ്. i എന്നുള്ളതും 1 എന്നാണ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിപ്പോൾ ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു i എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കിട്ടും? ഫാക്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കിട്ടും. ബിക്കോസ് ഫാക്ട് എന്ന് പറയുന്നത് ഓൾറെഡി 1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. i എന്ന് പറയുന്നതും 1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ 6th സ്റ്റെപ്പ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? i ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തിട്ട് 2 ആവും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ ഈ ഇൻക്രിമെന്റ് ചെയ്ത വാല്യൂവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ i ഇൻറ്റു ഫാക്ട് ഇൻറ്റു i വരും. ഫാക്ട് ഓൾറെഡി 1 ആണ്. ഇൻറ്റു i പറഞ്ഞാൽ 2. അപ്പോൾ 1 × 2 എന്നുള്ള റിസൾട്ട് കിട്ടും. നെക്സ്റ്റ് വീണ്ടും i ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ i എന്നുള്ള വാല്യൂ 3 ആയിട്ടുണ്ടാവും. അപ്പോൾ 1 × 2 × 3. നെക്സ്റ്റ് സ്റ്റെപ്പ് 1 × 2 × 3 × 4. അങ്ങനെ i എന്ന് പറയുന്ന ആ ഒരു വാല്യൂ n ആവുന്നത് വരെ ഇത് റിപ്പീറ്റ് ചെയ്യാം. ഇത്ര റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫാക്ടോറിയലിന്റെ ആ ഒരു വാല്യൂ ഫാക്ട് എന്ന് പറയുന്ന വാരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫാക്ട് എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിനെ പ്രിന്റ് ചെയ്യാം. ആൻഡ് ദ 8th സ്റ്റെപ്പ് ഇസ് സ്റ്റോപ്പ്. ഇങ്ങനെയാണ് നമ്മൾ അൽഗോരിതം എഴുതുന്നത്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടോ? നമ്മൾ ഈ പ്രാക്ടിക്കൽ ആയിട്ടല്ല ചെയ്യുന്നത്, പ്രോഗ്രാമിംഗും കൂടി ആയതുകൊണ്ട് തിയറി പറയുമ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുള്ളത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ടോപ്പ് ഡൗൺ ഡിസൈനും ബോട്ടം അപ്പ് ഡിസൈനും ആണ്. എന്താന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാല് മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ലാർജ് പ്രോഗ്രാം ആണ്, അതിന് ഒരുപാട് സബ് ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ അതിനെ വീണ്ടും സബ് ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. അതല്ലാണ്ട് ഒരുപാട് സബ് ടാസ്കുകളെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിമ്പിൾ ടാസ്ക് ആക്കി മാറ്റുന്നതിനെയാണ് ബോട്ടം അപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു 2 ഡിസൈൻസ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ ഒരു അൽഗോരിതത്തിന്റെ എഫിഷ്യൻസി അനാലിസിസ്, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ബിഗ് O നൊട്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. എഫിഷ്യൻസി അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അൽഗോരിതം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ എത്ര ടൈം എടുക്കുമെന്ന് കൗണ്ട് ചെയ്യാം. അതിനെയാണ് നമ്മൾ അൽഗോരിതം എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഈ ഒരു എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പ്രോഗ്രാമിൽ എത്രത്തോളം ഫങ്ഷൻസ് വരുന്നുണ്ടോ ആ ഒരു ഫങ്ഷന്റെ ബേസിലാണ് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ റിഡൻഡൻസി ഒക്കെ മാക്സിമം ഒഴിവാക്കുക. റിഡൻഡന്റ് കമ്പ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാല് ആവശ്യമില്ലാത്ത കാൽക്കുലേഷൻ, ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിവാക്കാൻ പറ്റിയ ഏതെങ്കിലും റിഡൻഡന്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക. അതാണ് റിഡൻഡന്റ് കമ്പ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. ദെൻ റെഫറൻസിങ് അറേ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെയുള്ള അറേയിൽ ഇപ്പൊ നമ്മളൊരു 100 വാല്യൂസ് ഉള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അതിനകത്തൊരു 4 5 യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി 95 അവിടെ വേക്കന്റ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് നള്ളായിട്ടുള്ള അറേ എലമെന്റ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എലമെന്റ്സിനൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഈ ഒരു കാൽക്കുലേഷൻ കുറച്ചും കൂടെ സിമ്പിൾ ആക്കാം. അതിനാണ് നമ്മൾ ഈ റെഫറൻസിങ് അറേ എലമെന്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഇൻഎഫിഷ്യൻസി ഡ്യൂ ടു ലേറ്റ് ടെർമിനേഷൻ. ടെർമിനേഷൻ ലേറ്റ് ആവും. അതായത് ഒരു പ്രോഗ്രാം നമ്മളൊരു ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ലൂപ്പിൽ ഒരു സ്പെസിഫിക് കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടെർമിനേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ ലൂപ്പിന് കറക്റ്റ് ആയിട്ട് ഒരു എക്സിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇങ്ങനെ കറങ്ങി കളിക്കും. അപ്പൊ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ളതും കൂടിയാണ് എന്ത്, നമ്മൾ അൽഗോരിതത്തിന്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ലേറ്റ് ടെർമിനേഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ദെൻ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിസൈർഡ് ഔട്ട്പുട്ട് കണ്ടീഷൻ. നമുക്കൊരു ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളതിന്റെ ഒരു ഏർലി ഡിറ്റക്ഷൻ അവിടെ ഉണ്ടായിരിക്കും. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാമിന്റെ അൽഗോരിതം എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്തായിരിക്കണം, മുൻപേ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതിനാണ് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിസൈർഡ് ഔട്ട്പുട്ട് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ട്രേഡിംഗ് സ്റ്റോറേജ് ഫോർ എഫിഷ്യന്റ് ഗെയിൻസ്. അത് നിങ്ങൾ സ്റ്റോറേജ്, നമ്മൾ വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കളിക്കാതിരിക്കാം. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക, അതിലേക്കുള്ള വാല്യൂസ് മാത്രം ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുക, വേണ്ട കാര്യങ്ങൾ മാത്രം നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ചും കൂടി കൂടുതൽ ഗെയിൻ വരുത്തിയിട്ട് സ്റ്റോറേജ് കുറച്ച് കൂടുതൽ ഗെയിൻ വരുത്താം. അതാണ് ട്രേഡിംഗ് സ്റ്റോറേജ് ഫോർ എഫിഷ്യന്റ് ഗെയിൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് അനാലിസിസ് ഓഫ് അൽഗോരിതം കോംപ്ലക്സിറ്റി. ഒരു അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി അനലൈസ് ചെയ്യാം. അൽഗോരിതം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു പ്രോഗ്രാമിനകത്ത് കൂടുതൽ ലൂപ്പുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അൽഗോരിതം കൂടെ കോംപ്ലക്സ് ആയിട്ട് വരും. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, പിന്നെ കുറച്ച് പോയിന്റ്സ് ഒക്കെ അവിടെ ഉണ്ട്. ഈസിലി മോഡിഫയബിൾ ഇഫ് നെസസറി, ആൻഡ് ദേ ആർ ഈസി, ജനറൽ ആൻഡ് പവർഫുൾ. ദേ ആർ കറക്റ്റ് ഫോർ ക്ലിയർലി ഡിഫൈൻഡ് സൊല്യൂഷൻ, and it require less computer time, storage and peripherals, that is they are more economical, and they are documented well enough to be used by others who do not have a detailed knowledge of their inner working, and they are not dependable on being run on a particular computer, and the solution is pleasing and satisfying to its designer and user, and they are able to be used as a sub procedure for other problems. നമ്മൾ ഈ കോംപ്ലക്സിറ്റി, അൽഗോരിതം കോംപ്ലക്സിറ്റി രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി ആയിട്ടും ഒന്ന് അതിന്റെ ഓർഡർ ഓഫ് നൊട്ടേഷൻസും. ഓർഡർ ഓഫ് നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു പ്രോഗ്രാം അൽഗോരിതം ചെയ്യുന്ന സമയത്ത് അതിന്റെ കോംപ്ലക്സിറ്റീസ്, ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാമില് അതിന് എത്രത്തോളം ഫങ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ലൂപ്സ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് ആ ഒരു ബിഗ് ഓ നൊട്ടേഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, എത്ര ടൈം എടുക്കും ഒരു പ്രോഗ്രാമും ഓരോ ലൂപ്പും ചെയ്യാൻ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഓർഡർ ഓഫ് നൊട്ടേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു കമ്പ്യൂട്ടിങ്, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലെ കമ്പ്യൂട്ടിങ്, അതൊരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അത് വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ലോഗരിതംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി അതിന്റെ കൂടെ ഇൻക്രിമെന്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് വന്നേക്കാം, അൽഗോരിതം കോംപ്ലക്സിറ്റി വന്നേക്കാം. ഇനി ഈ ബിഗ് ഓ നൊട്ടേഷൻസ് യൂസ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഗ്നോറിങ് കോൺസ്റ്റന്റ് ഫാക്ടേഴ്സ്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇഗ്നോർ ചെയ്യാം. സെക്കൻഡ് വൺ ഈസ് ഇഗ്നോറിങ് സ്മോളർ ടേംസ്. ചെറിയ ചെറിയ ടേംസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഇഗ്നോർ ചെയ്യാം. നമ്മൾ ഈ അൽഗോരിതം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെറിയ ചെറിയ സ്മോളർ ടേംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് അപ്പർ ബൗണ്ട് ഓൺലി. അപ്പർ ബൗണ്ട് ഓൺലി എന്ന് പറഞ്ഞാല് നമുക്ക് മുകളിൽ ഇപ്പൊ നമ്മൾ ടോപ്പ് ഡൗൺ ഡിസൈൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സബ് ടാസ്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്ത് അതിന്റെ മെയിൻ ടാസ്കുകളെ മാത്രം കാൽക്കുലേറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ ഇസ് n and log n are bigger than any constant from a asymptotic view. അത് ഏതെങ്കിലും നമ്മൾ മുന്നേ പറഞ്ഞു, ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നും ലോഗ് എന്നും ഏതൊരു കോൺസ്റ്റന്റിനേക്കാളും വലുതായിരിക്കും.
ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഓർഡർ ഓഫ് ലോഗ് n പ്ലസ് കെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പൊ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റും കൂടെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു കെ എന്നുള്ള ഒരു കോൺസ്റ്റന്റിനെ ഇഗ്നോർ ചെയ്തിട്ട് ഓർഡർ ഓഫ് ലോഗ് n മാത്രം യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് ഓർഡർ ഓഫ് n ഓഫ് ലോഗ് n പ്ലസ് 1 എന്നുള്ളതിനൊക്കെ സിംപ്ലിഫൈ ചെയ്തിട്ട് n ലോഗ് n മാത്രം കൊടുക്കാം. അങ്ങനെയുള്ള കോൺസ്റ്റന്റ്സിനെയൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഫ്ലോ ചാർട്ട് ആണ്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് കേട്ടോ. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിനെ കുറച്ച് സിംബോളിക് റെപ്രസെന്റേഷൻസ്, അതിനാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു പണ്ട് സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഈ നൈട്രജൻ സൈക്കിൾ അങ്ങനത്തെയൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് ഇങ്ങനെ ഫ്ലോ വരുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതുപോലെ ഒരു അൽഗോരിതത്തിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് സിമ്പിൾ ആ ഒരു റെക്ടാങ്കുലർ സിമ്പിൾ വരുന്നത് സ്റ്റാർട്ടോ സ്റ്റോപ്പോ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് സിമ്പിള് ക്വസ്റ്റ്യൻ ഡിസിഷൻ, അതായത് നമ്മൾ ഈ ലൂപ്പിംഗ് കാര്യങ്ങളൊക്കെ വരുന്നില്ലേ, ഈഫ് ഫോർ ഒക്കെ വരുമ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. പിന്നെ ആ ആരോസ് വരുന്നത് ആ ഒരു ഫ്ലോ ഓഫ് കൺട്രോൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ഓഫ് കൺട്രോൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ സർക്കുലർ സിമ്പിൾ വരുന്നത് കണക്ടർ ആണ്. ഒരു ഫ്ലോ ചാർട്ടിന്റെ ഒരു പാർട്ടിനെ വേറൊരു ഫ്ലോ ചാർട്ടിന്റെ ഒരു പാർട്ടിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണക്ടർ യൂസ് ചെയ്യുന്നത്. ദെൻ ഈ റെക്ടാങ്കുലർ ഷേപ്പ് വരുന്നത് പ്രോസസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്. നെക്സ്റ്റ് വരുന്നത് കമന്റ്സ്, എക്സ്പ്ലനേഷൻസ് ആൻഡ് ഡെഫിനേഷൻസ്. ദെൻ അഡീഷണൽ സിമ്പിൾസ് ആയിട്ട് രണ്ടെണ്ണം വരുന്നുണ്ട്. ഒന്നതിന്റെ പ്രിപ്പറേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് റെഫേഴ്സ് ടു സെപ്പറേറ്റ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ വേണ്ടിയിട്ട്. അല്ല ഫസ്റ്റ് വണ് സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും സെയിം സിമ്പിൾ ആണ്. ദെൻ റീഡിങ് വരുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോസസ്സിന് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എയും ബിയും രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് കൊടുക്കുകയാണ്, അതുകൊണ്ടാണ് ആ ഒരു സിമ്പിൾ അവിടെ വന്നിട്ടുള്ളത്. ദെൻ വരുന്നത് സം ഈക്വൽ ടു എ പ്ലസ് ബി. സം എന്ന് പറയുന്ന ഒരു വാരിയബിളിലേക്ക് രണ്ട് എയും ബിയും ആഡ് ചെയ്യാം, അതൊരു പ്രോസസ്സാണ്. അപ്പൊ ആ പ്രോസസ്സ് വരുന്നത് ഒരു റെക്ടാങ്കുലർ റെപ്രസെന്റേഷൻ. നെക്സ്റ്റ് വൺ ഈസ് പ്രിന്റ് സം. പ്രിന്റ് സം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ റീഡ് ചെയ്തിട്ടുണ്ട്, റീഡിങ്ങും പ്രിന്റിങ്ങും വരുന്നത് ഒരേ സിമ്പിൾ ആണ്. സോ റീഡ് എ ബി, ദെൻ പ്രിന്റ് സം, ദെൻ ലാസ്റ്റ് സ്റ്റോപ്പ്. സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും സെയിം സിമ്പിൾ. നെക്സ്റ്റ് വൺ ഫാക്ടോറിയൽ കാണാനുള്ള ഒരു പ്രോഗ്രാമിന്റെ ഫ്ലോ ചാർട്ട് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ദെൻ എന്നെ റീഡ് ചെയ്തു. റീഡ് ചെയ്യാൻ വേണ്ടിയുള്ള സിമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റീഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും ഈ സിമ്പിൾ ആണ്. ദെൻ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അതൊരു പ്രോസസ്സാണ്. സോ i equal to 1, fact equal to 1. I equal to 1, fact equal to 1. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ഈസ് i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷേപ്പാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് വൺ i equal to i plus 1. i equal to i plus 1 എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ആയതുകൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, റെക്ടാങ്കുലർ ഷേപ്പിൽ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വൺ ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു i, അതും റെക്ടാങ്കുലർ ഷേപ്പിൽ കൊടുക്കാം. ദെൻ സ്റ്റോപ്പ്. ഇതിന്റെയൊക്കെ ഫ്ലോ വരുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് റീഡിലേക്ക്, റീഡിന്ന് നെക്സ്റ്റ് ഐയും ഫാക്റ്റും ഇനീഷ്യലൈസ് ചെയ്യുന്നു. ദെൻ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഡിസിഷൻ ടേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോവാം. ഇനി ഈ ഒരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു കണ്ടീഷൻ ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് ഇങ്ങോട്ട് ഫ്ലോ വരുന്നത്. ഇത് നോട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവിടെ തന്നെ ഫാക്ടോറിയൽ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടുന്ന് പ്രിന്റ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ എസ് ആണെങ്കിൽ മാത്രമാണ് ഇത് ഇങ്ങോട്ട് ഫ്ലോ വരുന്നത്. നോ ആണെങ്കിൽ ആ ഒരു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ആണ് ഫാക്ടോറിയൽ ഇവിടെ പ്രിന്റ് ചെയ്ത് വരുന്നത്. ദെൻ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നോ ആണെങ്കിൽ മാത്രം, എസ് ആണെങ്കിൽ മാത്രം ഇങ്ങോട്ട്
അത് ഇൻക്രിമെന്റ് ചെയ്യാനും ഫാക്ടോറിയൽ കൗണ്ട് ചെയ്യാനുള്ളത് ഓപ്ഷൻ വരുന്നുള്ളൂ. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് ഈ ലൂപ്പ് എക്സിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു കണ്ടീഷൻ നോ ആവുന്ന കണ്ടീഷനിൽ ഇതിങ്ങടെ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാണ്, ഫാക്ടോറിയലിനെ ഇവിടെ പ്രിന്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആവുന്നുണ്ടല്ലോ? ആരുമില്ലേ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വേറൊരു എക്സാമ്പിൾ ആണ് ഫ്ലോ ചാർട്ടിന്റെ. പ്രൈം ആണോ നോട്ട് പ്രൈം ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള വേറൊരു എക്സാമ്പിൾ ആണ് നെക്സ്റ്റ് പറയുന്നത്. എല്ലാം ഫസ്റ്റ് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും സെയിം സിമ്പിൾ ആണ്. ദെൻ ഒരു നമ്പർ റീഡ് ചെയ്തു, റീഡിങ്ങും പ്രിന്റിങ്ങും നമുക്ക് വരുന്ന സിമ്പിൾ ഇതാണ്, ഈ ഒരു പാരലഗ്രാം സിമ്പിൾ പോലത്തെ വരുന്നത്. ദെൻ I ഈക്വൽ ടു 2, ഫ്ലാഗ് ഈക്വൽ ടു 1, രണ്ട് നമ്പേഴ്സ് ഇനീഷ്യലൈസ് ചെയ്തു. അതിനുശേഷം ഈസ് I ലെസ് ദാൻ നമ്പർ, I എന്ന് പറയുന്ന നമ്പർ ആ നമ്പറിനേക്കാളും ലെസ് ദാൻ ആണെങ്കിൽ, അതൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഈസ് ഫ്ലാഗ് ഈക്വൽ ടു 0 എന്നുള്ളതിലേക്കും റിമൈൻഡർ ഈക്വൽ ടു നം മോഡ് I എന്നുള്ളതിലേക്കും കൊടുക്കുന്നുള്ളൂ. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, റിമൈൻഡർ നോട്ട് ഈക്വൽ ടു 0 ആണോ നോക്കുക, I ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ദെൻ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് പോവാം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു ലൂപ്പ് എക്സിറ്റ് ചെയ്യുന്നു. ഫ്ലാഗ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്പർ നോട്ട് പ്രൈം പ്രിന്റ് ചെയ്യാം, അതർവൈസ് നമ്പർ ഇവിടെ പ്രിന്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. മെയിനായിട്ട് അൽഗോരിതം ഫ്ലോ ചാർട്ടും ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ സി പ്രോഗ്രാമിങ്ങിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഒരു പ്രോഗ്രാം ആൻഡ് എന്താണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, രണ്ട് രീതിയിൽ ലാംഗ്വേജസിനെ ഡിവൈഡ് ചെയ്തു അല്ലെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ഓറിയന്റഡ് ലാംഗ്വേജ്, and the second one is high level language or problem oriented language. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അത് മെഷീൻ ഡിപ്പെൻഡന്റ് ആയിരിക്കും. മെഷീൻ ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആക്യുറസി കൂടുതൽ ഉണ്ടായിരിക്കും, പക്ഷെ അതിന്റെ കോഡിങ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് മെഷീന് മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജിലായിരിക്കും ഉണ്ടാവുക. അതിന് നമുക്ക് കോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഹൈ ലെവൽ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ടേംസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട്. ഇനി സി പ്രോഗ്രാമിങ്ങിന്റെ ഒരു ഷോർട്ട് ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നത് നമ്മൾ സി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ AT&T ബെൽ ലബോറട്ടറീസിലായിരുന്നു നമ്മൾ ഇതിനെ കണ്ടുപിടിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. AT&T ബെൽ ലബോറട്ടറീസ് ആണ് കണ്ടുപിടിച്ചത്. 1972 ഇത് ഡിസൈൻ ചെയ്തു. ആൻഡ് ദ ഓതർ ഓഫ് സി ഈസ് ഡെന്നിസ് റിച്ചി. ഡെന്നിസ് റിച്ചി എന്ന് പറയുന്ന ഒരാളാണ് നമ്മളെ സി പ്രോഗ്രാമിംഗ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയൊരു ഷോർട്ട് ഹിസ്റ്ററി ആണ് അവിടെ പറയുന്നത്. ദെൻ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് സി. സിന്റെ ഫീച്ചേഴ്സ് നമ്മള് സി പ്രോഗ്രാമിംഗിൽ ഒരു മിഡിൽ ലെവൽ ലാംഗ്വേജ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് പ്രോഗ്രാമിങ്ങില് നമ്മൾ ഈ രണ്ട് സ്ട്രാറ്റജിയിലും കൂടെ പെടുത്താൻ പറ്റുന്ന ഒരാളാണ് നമ്മൾ സി പ്രോഗ്രാമിംഗ്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് മിഡിൽ ലെവൽ ലാംഗ്വേജ് എന്ന് പറയാം. ഈ മിഡിൽ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ സി പ്രോഗ്രാമിങ്ങില് ഈഫ് എൽസ്, സ്ട്രക്ചർ, അതുപോലെ ഫയൽസ്, അറേസ്, ഫങ്ഷൻസ്, വൈല്, ഡു വൈല്, ഫോർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു സ്ട്രക്ചറിന്റെ ഒരു സി പ്രോഗ്രാമിങ്ങിന്റെ മെയിൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ് വരിക. ഇതാണ് അതിന്റെ മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്, ഒരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ്, അതായത് ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ഒരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പ്രോഗ്രാം പഠിച്ചവർക്ക് അറിയണ്ടാവും. ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരാനുണ്ട് ഫസ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലോബൽ ഡാറ്റാസിനെ ഡിക്ലെയർ ചെയ്യാം. ഗ്ലോബൽ ഡാറ്റാസ്, ഡിക്ലെയറിംഗ് ഗ്ലോബൽ ഡാറ്റാസ്. ഗ്ലോബൽ ഡാറ്റ ഡിക്ലറേഷൻ ആണ് സെക്കൻഡ് വരുന്നത്.
ഈ ഗ്ലോബൽ ഡാറ്റ ഡിക്ലറേഷൻസ് വരുമ്പോൾ നമുക്ക് ആ ഒരു ഡാറ്റ ഡിക്ലറേഷൻ ഈ ഒരു പ്രോഗ്രാമിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഗ്ലോബൽ ഡാറ്റ ഡിക്ലറേഷൻസ് കൊടുക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇപ്പൊ പൈ എന്ന് പറയുന്ന ഒരു വാല്യൂ ഒക്കെ ഇപ്പൊ പൈ ആർ സ്ക്വയർ വെച്ച് അങ്ങനെയുള്ള ഈ കാൽക്കുലേഷൻസിനൊക്കെ വരുമ്പോൾ ഈ പൈ എന്ന് പറയുന്നതിന്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. അത് 3.14 എന്നുള്ള ഒരു വാല്യൂ ആയിട്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഗ്ലോബൽ ഡാറ്റ ഡിക്ലറേഷൻസ് ആയിട്ട് ഹാഷ് ഡിഫൈൻ പൈ ഈക്വൽ ടു 3.14 എന്ന് പറഞ്ഞിട്ട് അവിടെ ഡിക്ലെയർ ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതാം. മെയിൻ എന്ന് പറഞ്ഞാൽ മേ ബി അത് വോയിഡ് മെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്റ് മെയിനോ ഫ്ലോട്ട് മെയിനോ ഏതെങ്കിലും ഒരു മെയിൻ ഫംഗ്ഷൻ ആയിരിക്കും. നമ്മൾ ഇന്റ് മെയിൻ എഴുതിയില്ലെങ്കിലും വെറും മെയിൻ എഴുതിയാൽ നമുക്കത് ഇൻറ്റീജർ ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മെയിൻ്റെ ഉള്ളിലാണ് പ്രോഗ്രാമിങ്ങിന്റെ ഡിക്ലറേഷനും പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്സും വരാം. പ്രോഗ്രാം ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. അതുപോലെ ആ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്സ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഫങ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എത്ര ഫംഗ്ഷൻ ആണോ ഉള്ളത് ആ ഫങ്ഷൻസ്, ഫംഗ്ഷൻ 1, ഫംഗ്ഷൻ 2, ഫംഗ്ഷൻ 3 എത്ര ഫംഗ്ഷൻസ് ആണോ ഉള്ളത് അത്രയും ഫംഗ്ഷൻസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ സി പ്രോഗ്രാമിങ്ങിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് വരുന്നുണ്ട്, ദെൻ ഗ്ലോബൽ ഡാറ്റ ഡിക്ലറേഷൻസ്, അത് കഴിഞ്ഞിട്ട് മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഒരു ഓപ്പണിംഗ് കേളി ബ്രാക്കറ്റ്, ദെൻ ഡിക്ലറേഷൻ പാർട്ടും പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്സും നമ്മൾ എന്ത് ചെയ്യുന്നു, കേളി ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻസിനെയൊക്കെ ഇവിടെ ഓരോന്നോരോന്നായിട്ട് ഡിക്ലെയർ ചെയ്ത് കൊടുക്കാം. നമ്മളൊരു സിമ്പിൾ സി പ്രോഗ്രാം എഴുതാൻ പോവാണ്. ടു റൈറ്റ് എ മെസ്സേജ് ഓൺ ദ സ്ക്രീൻ. നമ്മൾ പ്രോഗ്രാം സാധാരണ ചെയ്യാറ് ടർബോ C++ലാണ് ലാബിൽ. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ സി പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ്, ഹൈ ദിസ് ഈസ് സി പ്രോഗ്രാം എന്നുള്ള ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ സി പ്രോഗ്രാം എഴുതാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ /* അത് അതിനകത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് */ ഇതിനെയാണ് നമ്മൾ കമന്റ് എന്ന് പറയാം. കമന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു സിമ്പലിന്റെ ഉള്ളിൽ എഴുതുന്ന എന്തൊരു പോർഷനും ഈ ഒരു പ്രോഗ്രാമിനെ ബാധിക്കില്ല. നമ്മൾ അതിനകത്ത് എന്ത് എഴുതിയാലും പ്രോഗ്രാമിന് അത് എഫക്റ്റ് ചെയ്യില്ല. അതിനാണ് കമന്റ്സ് എന്ന് പറയാം. ഇതിപ്പോ മൾട്ടി ലൈൻ കമന്റ്സ് ആണെങ്കിൽ ഇങ്ങനെ, ഒരു സിമ്പിൾ ലൈൻ കമന്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗിൾ ലൈൻ കമന്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു // ഇട്ടാലും മതി. // ഇട്ട് പ്രോഗ്രാം ടു പ്രിന്റ് എ മെസ്സേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും, ഒരു കമന്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, #include stdio.h. ഈ stdio.h എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോ നമ്മൾ പ്രിന്റ്, സ്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കീവേഡ്സ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് #include stdio.h എന്നുള്ളതാണ്. ഇത് ഇതിനകത്ത് മസ്റ്റ് ആണ്. നെക്സ്റ്റ് നമുക്കൊരു മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ സ്റ്റാർട്ട് എ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷന്റെ ബ്രാക്കറ്റ്സ് നോർമൽ ബ്രാക്കറ്റ്സ് ആണ്. മെയിൻ ഫംഗ്ഷന്റെ നോർമൽ ബ്രാക്കറ്റ്സ് ആണ്. അതിനുശേഷം എന്ത് ചെയ്യാം, ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇനി ഒരു പ്രോഗ്രാമിൽ വരുന്നതെല്ലാം കേളി ബ്രാക്കറ്റിനുള്ളിലാണ്. നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടോ ഉണ്ടാവണം. എപ്പോഴെങ്കിലും ഒരു ബ്രാക്കറ്റ് എവിടെയെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അത് ആ ഒരു പ്രോഗ്രാമിന്റെ എക്സിസ്റ്റൻസും കൂടെ നോക്കിയിട്ടാണ് ക്ലോസ് ചെയ്യേണ്ടത്. അല്ല തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ തന്നെ ക്ലോസ് ചെയ്യാന്നുള്ളതല്ല. പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എവിടെയാണോ അത് ക്ലോസ് ചെയ്യാൻ പറ്റുക അവിടെ വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു സി പ്രോഗ്രാം ആണ്, ദിസ് ഇസ് എ സി പ്രോഗ്രാം നമുക്ക് പ്രിന്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ printf എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് printf എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ദെൻ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഡബിൾ കോട്ട്സിലാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്, ദിസ് ഇസ് എ സി പ്രോഗ്രാം എന്ന് പറയുന്നത്.
ഞാൻ ഒരു \n കൊടുത്തിട്ടുണ്ട്. അത് ന്യൂ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ആ കോഡ്സ് ഇവിടെ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമികോളൻ ഇടാം. ഓക്കെ, അപ്പൊ printf എന്ന് പറഞ്ഞാല് നമുക്ക് സ്ക്രീനിൽ അത് പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് printf. ഇനി ഇവിടെ ഓരോന്ന് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറഞ്ഞാല് നമുക്ക് the inclusion of this required information will be handled automatically by the compiler. അത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ പ്രീ പ്രോസസ് ഡയറക്റ്റീവ് എന്ന് പറഞ്ഞാല് നമ്മളെ ഒരു യൂണിറ്റ്സ്, ഈ printf, scanf എന്നൊക്കെ പറയുന്ന ഒരു യൂണിറ്റ്സിനെ നമുക്ക് കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ഇതിനകത്തേക്ക് കൊടുത്തോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h യൂസ് ചെയ്യുന്നത്. ദെൻ മെയിൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഡിക്ലെയർസ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന്റെ സ്റ്റാർട്ടിങ്, അത് ഫോളോഡ് ബൈ 2 കേളി ബ്രാക്കറ്റ്സ്. അതാണ് അതിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കാണിക്കുന്നത്. സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് ഓഫ് ദി ഫംഗ്ഷൻ. പിന്നെ നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റും വിത്തിൻ ദ ഫംഗ്ഷൻ, ഫംഗ്ഷന്റെ ഉള്ളിലുള്ള ഏത് ഫംഗ്ഷൻ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒരു സെമികോളൻ വെച്ചിട്ട് അതിനെ എൻഡ് ചെയ്തിരിക്കണം. നേരെ മറിച്ച് ഫംഗ്ഷൻ എന്ന് പറയുന്നിടത്ത് എന്തില്ല, സെമികോളൻ ഇല്ല. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ഓരോ സ്റ്റേറ്റ്മെന്റ്സിലും എന്ത് വേണം, സെമികോളൻ വേണം. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഒരു അൽഗോരിതം, ഫ്ലോ ചാർട്ട്, ഒരു പ്രോഗ്രാം, 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ. നമ്മൾ പഠിച്ച പ്രകാരം അൽഗോരിതത്തിൽ എന്ത് വരുന്നു, സ്റ്റാർട്ട്, ഇൻപുട്ട് 2 numbers a and b, then calculate the sum as a plus b and store the unit in sum, then എന്ത് ചെയ്യാ, ഡിസ്പ്ലേ ചെയ്യാ റിസൾട്ട്, സ്റ്റോപ്പ് ചെയ്യാം. ഇത്രയും വന്നു കഴിഞ്ഞാൽ എന്തായി, ഒരു അൽഗോരിതമായി. സ്റ്റാർട്ട്, input 2 numbers, calculate the sum, store the result in sum, display the result and stop. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അൽഗോരിതമായി. ഇനി അതിന്റെ ഫ്ലോ ചാർട്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ അൽഗോരിതം, ഫ്ലോ ചാർട്ടും പ്രോഗ്രാമും. ഫ്ലോ ചാർട്ട് സ്റ്റാർട്ട് ചെയ്തു, ദെൻ ഇൻപുട്ട് എയും ബിയും ആണ് നമുക്കിവിടെ ഇൻപുട്ട് ചെയ്യാനുള്ളത്. ഇൻപുട്ട് ചെയ്തു, അതിൽ നിന്ന് ഫ്ലോ വരുന്നത് എങ്ങോട്ടാണ്, നെക്സ്റ്റ് ഇസ് എ പ്രോസസ് അല്ലേ. സോ സം ഈക്വൽ ടു a plus b എന്ന് പറഞ്ഞൊരു പ്രോസസ് അവിടെ വന്നു. ദെൻ എന്ത് ചെയ്തു, നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്തു, സമ്മിനെ പ്രിന്റ് ചെയ്ത് കൊടുത്തു, ദെൻ സ്റ്റോപ്പ് ചെയ്തു. ഇതാണ് ഫ്ലോ ചാർട്ട് വരുന്നത്. ഈ ഫ്ലോ ചാർട്ടില് ഓരോന്നും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. നമുക്ക് പ്രോഗ്രാം ചെയ്യാം. 2 വാല്യൂസ് എൻ്റർ ചെയ്യാനുള്ള 2 വാല്യൂസ് എൻ്റർ ചെയ്ത് സമ്മ് കാണാനുള്ള പ്രോഗ്രാം ആണ്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം, ഹാഷ് ഇൻക്ലൂഡ് stdio.h ആയിരിക്കണം. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ഒരു മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. ദെൻ ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, വാരിയബിൾ ഡിക്ലറേഷൻസ് ഉണ്ട്. പറയുന്നത് കേൾക്കുന്നില്ലേ? വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം. അപ്പൊ നമ്മള് ഇവിടെ ഇന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാരിയബിൾ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇന്റ് എന്ന് പറഞ്ഞാൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്റിജേഴ്സിനെയാണ്. അപ്പൊ ഇന്റ് എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. ഇന്റ് എ ബി ആൻഡ് സം, 2 വാല്യൂസും സമ്മിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു വാരിയബിളും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, printf കൊടുത്തു. printf കൊടുത്തു കഴിഞ്ഞാല് ആ ഒരു നമ്മൾ printfന് ശേഷം എന്താണോ കൊടുക്കുന്നത് അത് നമ്മളുടെ ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്ത് വരും. നമ്മളിവിടെ printf കൊടുത്തത് enter the values for a and b എന്നായിരുന്നു. അതുകൊണ്ട് ഈ എയും ബിയും 2 വാല്യൂസ് അവിടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മളോട് ചോദിക്കും. ഇതേ ഒരു സെന്റൻസ് ആണ് നമ്മളോട് ചോദിക്കുക, enter the values for a and b. നെക്സ്റ്റ് വൺ ഈസ് സ്കാൻഎഫ്. സ്കാൻഎഫ് എന്ന് പറഞ്ഞാല് നിങ്ങൾ കൊടുത്ത ഈ ഒരു എയും ബിനെയും നമ്മളെ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാൻഎഫ് യൂസ് ചെയ്യുന്നത്. കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്കാൻഎഫ് %d %d %a, %b.
രണ്ട് %d. %d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റിജർ വാല്യൂസിനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് %d യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ %f ആവും, ക്യാരക്ടേഴ്സ് ആണെങ്കിൽ %c ആവും, സ്ട്രിംഗ് ആണെങ്കിൽ %s ആവും. ഓരോന്നിനും അത് വ്യത്യാസമുണ്ട്. ഇപ്പൊ രണ്ട് നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് %d ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യാം. ദെൻ %a ആൻഡ് %b. ആംബേഴ്സൻഡ് കൊടുക്കുന്നത് ആ ഒരു വാല്യൂ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, സം എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ ഈ സമ്മിലേക്ക് എന്ത് ചെയ്യാം, എയും ബിയും കൂടെ ആഡ് ചെയ്തിട്ട് ആ ഒരു റിസൾട്ട് സ്റ്റോർ ചെയ്യാം. സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രിന്റ് ചെയ്യേണ്ടത് എന്താണ്, സം ആണ്. സമ്മീസ് എന്നും പറഞ്ഞിട്ട് %d കൊടുക്കാം. അതായത് നിങ്ങൾ റിസൾട്ട് ഏതിലാണ്, ഇന്റിജറിലാണെങ്കിൽ ഇന്റിജർ, അല്ലെങ്കിൽ ഫ്ലോട്ടിലാണെങ്കിൽ അങ്ങനെ, ആ ഒരു റിസൾട്ട് എങ്ങനെയാണോ വരുന്നത്, ഇന്റിജർ ആണെങ്കിൽ %d കൊടുത്തു, സം ഈസ് %d, എന്നിട്ട് ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യാം, കോമ സം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിന്റെ സിൻടാക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിൻടാക്സിൽ എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ പിന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. പ്രിന്റ് സ്ലാഷ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. The sum is %d, സം. %d എന്ന് പറഞ്ഞാല് നമ്മള് ഇന്റിജർ ഔട്ട്പുട്ട് ആയതുകൊണ്ടാണ്. ഇനി ഇവിടെ കൊടുക്കുന്നത് ഏതാണോ അത് ഇവിടെ വരും റിസൾട്ട്. അപ്പൊ ആംബേഴ്സൻഡിന്റെ ആവശ്യമില്ല. പ്രിന്റ്എഫിൽ കൊടുക്കുന്ന സമയത്ത് ആംബേഴ്സൻഡിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ അതിന്റെ സം എന്തായിട്ട് വരും, സം ഇസ് 5. നമ്മൾ എയും ബിയും 2ഉം 3 ആണ് കൊടുത്തതെങ്കിൽ സം ഇസ് 5 എന്ന് വരും. ഇനിയാണ് നമ്മളൊരു സിമ്പിൾ സി പ്രോഗ്രാം എഴുതുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഇസ് കമ്പൈലിംഗ് എ സി പ്രോഗ്രാം. സി പ്രോഗ്രാം കമ്പൈലിംഗ് എന്ന് പറഞ്ഞാല് ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിനെയാണ് നമ്മൾ സി പ്രോഗ്രാമിന്റെ കമ്പൈലിംഗ് എന്ന് പറയുന്നത്. അതായത് അതിനകത്ത് എന്തെങ്കിലും സിൻടാക്സ് എറേഴ്സോ സെമാൻറ്റിക് എറേഴ്സോ റൺ ടൈം എറേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുന്നത്. ഇപ്പൊ കമ്പൈൽ എന്ന് പറഞ്ഞാല് ഇത് ഹൈ ലെവൽ ലാംഗ്വേജിനെ ഒരു മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. എന്നിട്ടല്ലേ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ കൊടുത്ത ലാംഗ്വേജസിന് എന്ത് ചെയ്യാണ്, ഈസ് കൺവേർട്ടിംഗ് ടു എ അസംബ്ലി ലെവൽ ലാംഗ്വേജ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ട്രാൻസ്ലേഷൻ. ഓക്കെ, സി കമ്പൈലർ എന്ന് പറയുന്നത് CC എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പൊ നിങ്ങൾ സാധാരണ എഡിറ്ററിൽ ചെയ്യുമ്പോഴാണ് CC വെച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ C++, ടർബോ C++ ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്ലാറ്റ്ഫോമിലാണെങ്കിൽ അവിടെ നമുക്ക് ഡയറക്റ്റ് കമ്പൈൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് വൺ എറേഴ്സ്. കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക് എറേഴ്സ്. സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക് എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രിന്റ്എഫ് സ്കാൻഎഫ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒരു കറക്റ്റ് ഫോളോ ചെയ്യണം. എന്തെങ്കിലും എവിടെയെങ്കിലും ഇത്തിരി തെറ്റിപ്പോയാൽ ആ ഒരു സംഭവം വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാമിൽ എന്താ എറർ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇതിൽ എറർ എന്താന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതിന്റെ എറർ എന്താന്ന് ആർക്കെങ്കിലും അറിയോ?
പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ. ആകെ 3 പേരേ ഉള്ളൂ അല്ലേ മീറ്റിംഗില്? ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ പ്രസന്റ് ആയില്ലല്ലോ. പ്രസന്റ് ആയില്ല. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ. ഓക്കെ, നിങ്ങക്ക് ഇതിനകത്തുള്ള എറർ എന്താന്ന് പറയാൻ പറ്റുമോ? ലാസ്റ്റ് ബ്രാക്കറ്റ് ഇല്ല, ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇല്ല. ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഓക്കെ, വേറെയോ? ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇല്ലാത്ത എറർ മാത്രമേ ഉള്ളോ? stdio.h കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യുന്നില്ല. ഓക്കെ, വേറെ? stdio.h ക്ലോസ് ചെയ്തില്ല, ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇല്ല, പിന്നെ ഒരു എറർ കൂടെ അല്ലേ? സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഡോട്ട് ആൻഡ് വ്യത്യാസം ഉണ്ടല്ലോ. സെമിക്കോളൻ ഇല്ല അല്ലേ? സെമിക്കോളൻ ഇല്ല. ഓക്കെ, ഇപ്പൊ നമ്മള് പ്രിന്റ് കഴിഞ്ഞിട്ട് സെമിക്കോളൻ ഇട്ടില്ല. മേ ബി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ, ഐഡന്റിഫൈ ദ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കറക്റ്റ് ദ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും എറേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ എറർ ടെസ്റ്റ് 1 കണ്ടോ, ഫസ്റ്റ് സ്റ്റെപ്പില് നമുക്ക് ഇവിടെ എറേഴ്സ് കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ തരും എവിടേക്കാണ് എറർ എന്നുള്ളത്. ഫസ്റ്റ് കണ്ടോ, നോ ഫയൽ നെയിം എൻഡിങ്, സ്റ്റേറ്റ്മെന്റ് മിസ്സിംഗ്, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് മിസ്സിംഗ്. 3 എറേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഗ്രാം ഇങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ലിങ്ക് ആൻഡ് റൺ ദ പ്രോഗ്രാം. നമുക്ക് പ്രോഗ്രാമിന് എങ്ങനെ റൺ ചെയ്യാന്നുള്ളതാണ്. നിങ്ങളിവിടെ ടർബോ സി ഡോസ് എൻവയോൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനും റൺ ചെയ്യാനൊക്കെ കുറെ സ്റ്റെപ്പ് ത്രൂ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കമ്പൈലിനും റൺ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ആ ഒരു ബട്ടൺ അവിടെ വേറെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ അല്ലാണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേക്ക് ടെസ്റ്റ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പൈൽ ചെയ്യേണ്ടി വരും. റൺ ചെയ്യണമെങ്കിൽ ./a.out എന്നൊക്കെ പറഞ്ഞിട്ട് റൺ ചെയ്യാം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. നെക്സ്റ്റ് വൺ ലോജിക്കൽ ആൻഡ് റൺ ടൈം എറേഴ്സ്. അപ്പൊ നമ്മളെ ഈ സിന്റാക്സ് ആൻഡ് സെമാന്റിക് എറേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് അവിടെ കാണിച്ചു തരും. പക്ഷെ ഈ ലോജിക്കൽ ആൻഡ് റൺ ടൈം എറേഴ്സ് ആണെങ്കിൽ അങ്ങനെ കാണിക്കുമോ? എന്താ ലോജിക്കൽ ആൻഡ് റൺ ടൈം എറേഴ്സ് എന്ന് പറഞ്ഞാല്? ലോജിക്കൽ ആൻഡ് റൺ ടൈം എറേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കട്ടായോ? ഇല്ലല്ലോ മാം, അറിയില്ല. ഇപ്പൊ ലോജിക്കൽ ആൻഡ് റൺ ടൈം എറേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മള് ഒരു പ്രോഗ്രാം ചെയ്തു, അതിനകത്ത് സിന്റാക്സോ അല്ലെങ്കിൽ സെമാന്റിക്കലോ ആയിട്ട് യാതൊരു എറേഴ്സും ഇല്ല. പക്ഷെ അവിടെ ഒരു എറർ വരുന്നത് അതിന്റെ ലോജിക്കലായിരിക്കും. നിങ്ങൾ ചിന്തിച്ച രീതിയിൽ തെറ്റുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് എറേഴ്സിനെയാണ് നമ്മൾ ലോജിക്കൽ ആൻഡ് റൺ ടൈം എറേഴ്സ് എന്ന് പറയുന്നത്. 3 പോസിബിലിറ്റീസ് വരുന്നത്: ദ പ്രോഗ്രാം എക്സിക്യൂട്ട്സ് ആൻഡ് വി ഗെറ്റ് കറക്റ്റ് റിസൾട്ട്സ്. Second one, the program executes and we get wrong results. And the program does not execute completely and aborts in between. അപ്പൊ ഈ 3 എറേഴ്സ്, ഒന്നുകിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടും, ഒന്നല്ലെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് റോങ് റിസൾട്ട്സ് കിട്ടും, അല്ലെങ്കിൽ പ്രോഗ്രാം എന്ത് ചെയ്യുന്നില്ല, എക്സിക്യൂട്ട് ആവാതെ പകുതിന്ന് വെച്ചിട്ട് അത് പ്രോഗ്രാം അബോർട്ട് ആയി പോകും. അപ്പൊ ഈ ഒരു 3 രീതിയിലാണ് നമ്മൾ ലോജിക്കൽ ആൻഡ് റൺ ടൈം എറേഴ്സ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് കാണാനുള്ള ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. കുറച്ച് പ്രോഗ്രാംസ് ആണ് എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് #include stdio.h, ദെൻ നമ്മളൊരു 3 നമ്പേഴ്സിന്റെ
ആവറേജ് ആണ് കാണുന്നത്. അപ്പൊ എയും ബിയും സിയും അതിന്റെ സമ്മും പിന്നെ അതിന്റെ ആവറേജും ഇത്രയും വാല്യൂസ് ആദ്യം ഡിക്ലെയർ ചെയ്യാം. 3 വാല്യൂസ് നിങ്ങൾ ഇവിടെ തന്നെ കൊടുക്കുകയാണെന്നെങ്കിൽ ഓക്കെ, A10, B5, C20 കൊടുത്തു. 3 നമ്പേഴ്സ് ഡിഫൈൻ ചെയ്തു. then we have to find the sum A plus B plus C. then എന്ത് ചെയ്യണം? ആവറേജ് കാണണം. ആവറേജ് കാണാൻ വേണ്ടിയിട്ട് സം ബൈ 3 ചെയ്യാം. സം എത്രയാണോ അത് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് വാല്യൂസ് സം ബൈ 3. എന്നിട്ട് എന്ത് ചെയ്യാം? ആവറേജ് പ്രിന്റ് ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്യാം? 10 plus 5 plus 20 എത്ര വരും? 35/3 വരും. 35/3 എന്ത് വരും? ഔട്ട്പുട്ട് 8.33 വരും. പക്ഷെ നമ്മൾ കൊടുത്ത വാല്യൂ ഇൻഡിജർ ആയതുകൊണ്ട് ആ 0.33 കാണിക്കില്ല. ആവറേജ് വാല്യൂ 8 കാണിക്കുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പ്രോഗ്രാം എന്താ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് എ പ്രോഗ്രാം ടു ഡിവൈഡ് എ സം ഓഫ് 2 നമ്പേഴ്സ് ബൈ ദെയർ ഡിഫറൻസ്. അപ്പൊ സം ഓഫ് 2 നമ്പേഴ്സും കാണണം, അതിന്റെ ഡിഫറൻസും കാണണം, എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മള് ഹാഷ് ഇൻക്ലൂഡ് stdio.h കൊടുത്തു. ദെൻ മെയിൻ ഫംഗ്ഷൻ കൊടുത്തു. 2 നമ്പേഴ്സ് കൊടുക്കാം. പ്ലോട്ട് സി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ ആവറേജ് 8.33 ആണ്, പക്ഷെ 8 ആണ് അവിടെ ഡിസ്പ്ലേ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ പോയിന്റ് നമ്പേഴ്സും കൂടെ അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിട്ട് കൊടുക്കുന്നത്. അത് പോയിന്റ് നമ്പേഴ്സും കൂടെ അവിടെ വരും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? A10 B10 കൊടുത്തു കഴിഞ്ഞാൽ A plus B by A minus B അങ്ങനെ ഒരു വാല്യൂ സിയിലേക്ക് ചെയ്യാം. അപ്പൊ സി ഈക്വൽ ടു എന്താ വരിക? A plus B എന്ന് പറഞ്ഞാല് 10 plus 10 20 ഡിവൈഡഡ് ബൈ A minus B 10 minus 10 0. ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഡിവൈഡ് ബൈ 0 ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാം. ഓക്കെ, അപ്പൊ അത് എന്ത് എറർ ആണ്? ദാറ്റ് ഈസ് റൺ ടൈം എറർ. അത് റൺ ടൈം എറർ ആണ്. ഇവിടെ ഈ 8.3 എന്നുള്ള വാല്യൂ നമുക്ക് 8 എന്ന് മാത്രമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ അത് എന്ത് എറർ ആണ്? ലോജിക്കൽ എറർ ആണ്. കാരണം നിങ്ങളെ ലോജിക്ക് തെറ്റിപ്പോയി. ഇവിടെ ലോജിക് തെറ്റി എന്ന് പറഞ്ഞാല് എങ്ങനെയാ ലോജിക്ക് തെറ്റി എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന വാല്യൂ കറക്റ്റ് വാല്യൂ അല്ല. 8.333 എന്ന് വരേണ്ട വാല്യൂ നിങ്ങൾക്ക് 8 മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ലോജിക്കിൽ എന്താ തെറ്റിയത്? നിങ്ങൾ ഇവിടെ ആവറേജ് പെർസെൻറ്റേജ് ഡി എന്ന് പറഞ്ഞു കൊടുത്തു. പെർസെൻറ്റേജ് ഡി അല്ലായിരുന്നു അവിടെ കൊടുക്കേണ്ടത്, പെർസെൻറ്റേജ് എഫ് ആയിരുന്നു. സോ അതായിരുന്നു നിങ്ങളെ ലോജിക്കൽ എറർ. ഇവിടെയാണെങ്കിലോ A plus B by A minus B വരുമ്പോ ഈ A minus B എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? അത് 0 ആണ്. സോ ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് എറർ എന്ന് പറയാം? റൺ ടൈം എറേഴ്സ് എന്ന് പറയാം. അപ്പൊ നമ്മളൊരു പ്രോഗ്രാമിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? നമ്മളൊരു സി പ്രോഗ്രാം എഴുതാം. റൈറ്റ് എ സി പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൽ എറർ ഉണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിനെ കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം? ഡീബഗ് ചെയ്യാം. ഡീബഗിങ് എന്ന് പറഞ്ഞാല് അതിലെ എറേഴ്സിനെ കറക്റ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? വീണ്ടും സേവ് ചെയ്തിട്ട് റീകമ്പൈൽ ചെയ്യാം. റീകമ്പൈൽ ചെയ്തിട്ട് വീണ്ടും എറേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ലിങ്ക് ദ പ്രോഗ്രാമിങ്ങിനെ ലിങ്ക് ചെയ്യുക. ലിങ്ക് ചെയ്തതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ആൻഡ് വെരിഫൈ ദ റിസൾട്ട് ടെസ്റ്റ് ചെയ്യും വെരിഫൈ ചെയ്യുകയും ചെയ്യാം. ഇതിനാണ് നമ്മളൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ പ്രോസസ് എന്ന് പറയുന്നത്. So writing a C program, compile the program, debug syntax errors, then save and recompile, link the program, execute the program, test and verify the results.
നെക്സ്റ്റ് വൺ വരുന്നത് വാരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ്. നിങ്ങളോട് വാരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടത് എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സി പ്രോഗ്രാമിൽ വരുന്ന വാരിയസ് വാരിയബിൾസും കോൺസ്റ്റൻസും എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാനുള്ളത്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് ക്യാരക്ടർ സെറ്റ്. ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാല് നമ്മള് ഈ ബേസിക് സി പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് അതിൽ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വാരിയബിൾസ് ഉണ്ട്. അതിനാണ് നമ്മൾ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. അത് എ ടു സെഡ് വരെയുള്ള, ഒന്നുകിൽ എ ടു സെഡ് വരെയുള്ള ആൽഫബറ്റ്സ് ആവാം. അത് ക്യാപിറ്റൽ എ ടു സെഡും ആവാം, സ്മോൾ ലെറ്റർ എ ടു സെഡും ആവാം, അല്ലെങ്കിൽ നമ്പേഴ്സ് ആയിരിക്കാം. 0 to 9 വരെയുള്ള ഏതെങ്കിലും നമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിലോ ഏതെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിരിക്കാം. സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ സെമി കോളൻ ഒക്കെ യൂസ് ചെയ്തു. അതുപോലെ ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. മോഡുലസ്, ഹാഷ്, ഈക്വൽ ടു, സ്ക്വയർ ബ്രാക്കറ്റ്, കേളി ബ്രാക്കറ്റ്, അങ്ങനെയുള്ള ബ്രാക്കറ്റ്സ് ഒക്കെ. ഓക്കെ, അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് ഇനി എന്ത് ആയിട്ട് ഡിവൈഡ് ചെയ്യാം? ഒരു കുറച്ച് ക്യാരക്ടേഴ്സിന്റെ സെറ്റ്. ഇനി ഇതിൽ നിന്നും ഫോം ചെയ്യുന്ന കുറച്ച് കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, കോൺസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐഡന്റിഫയേഴ്സ് ആൻഡ് കീവേഡ്സ് ആണ്. ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ സം ഒക്കെ കാണുമ്പോൾ സം എന്ന് പറഞ്ഞിട്ട് ഒരു വാരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അപ്പൊ നമ്മള് ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണം. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ഡിജിറ്റ്സ്. നമ്പേഴ്സും ഡിജിറ്റ്സും അതിനകത്ത് ലെറ്റേഴ്സും ഡിജിറ്റ്സും നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ആൻ ആൽഫബറ്റ് ഓർ അണ്ടർസ്കോർ. ഓക്കെ, ഇപ്പൊ സം എന്ന് പറഞ്ഞപ്പോ അതിനകത്ത് ഫസ്റ്റ് ക്യാരക്ടർ എന്തായിരുന്നു? എസ് ആയിരുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ സം 1 S1 A1 A2 ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യരുത്. അത് 1 സം 2 സം 3 സം എന്നൊന്നും പറഞ്ഞിട്ട് അതിനെ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എന്തായിരിക്കണം? മസ്റ്റ് ബി എ ലെറ്റർ ഓർ എൻ അണ്ടർസ്കോർ. അണ്ടർസ്കോർ സം 1 എന്ന് പറഞ്ഞു കൊടുത്താൽ അത് ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് വാലിഡ് ആയിട്ടുള്ള വാല്യൂസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? x1 2 3 അണ്ടർസ്കോർ അല്ലേ, ടെമ്പ്, ടാക്സ് അണ്ടർസ്കോർ റേറ്റ്, ഇതൊക്കെ എന്താണ്? വാലിഡ് ആണ്. പക്ഷെ ഇൻവാലിഡ് ആയിട്ടുള്ള എന്തൊക്കെയാ? 1 2 3 ഇൻവാലിഡ് ആണ്. നമുക്ക് കോഡ്സിൽ കൊടുക്കാൻ പറ്റില്ല, അത് ഇൻവാലിഡ് ആണ്. ഓർഡർ ഹൈഫൺ നമ്പർ പറ്റില്ല, അണ്ടർസ്കോർ ആണെങ്കിൽ പറ്റുമായിരുന്നു, ഇത് നോട്ട് അലൗഡ് ആണ്. എറർ ഫ്ലാഗ് സ്പേസ് ഇടാൻ പറ്റില്ല. എറർ അണ്ടർസ്കോർ ഫ്ലാഗ് ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എറർ ഫ്ലാഗ് ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ ഓക്കെ. ഇവിടെ ബ്ലാങ്ക് സ്പേസസ് നോട്ട് അലൗഡ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് മിസ്റ്റേക്സ് വരുന്നത്. ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ആൻ ആൽഫബറ്റ് ആൻഡ് ദ സിംബൽസ് ആർ നോട്ട് അലൗഡ്. പിന്നെ എന്തല്ല, ഹൈഫൺ അലൗഡ് അല്ല, ബ്ലാങ്ക് സ്പേസ് അലൗഡ് അല്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കീവേഡ്സ് ആണ്. കീവേഡ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ സി പ്രോഗ്രാമിങ്ങില് പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സെറ്റ് ഓഫ് വാരിയബിൾസ് ആണ്. അതിനാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. യൂണിയൻ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ പോലെ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് വരുമ്പോൾ അതിനെയാണ് നമ്മൾ യൂണിയൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂ, ഗോ ടു, വൈല്, ലൂപ്പാണ്, ഈഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്, ഡബിൾ, ഇനം, കോൺസ്റ്റ്, ഫോർ, സൈസ് ഓഫ്, അങ്ങനെ ഇത്രയും കീവേഡ്സ്. സാധാരണ നമ്മൾ എല്ലാ കീവേഡ്സും സ്മോൾ ലെറ്ററിലാണ് ഉണ്ടാവുക. ഇനിയിപ്പോ നമ്മൾ ഈ സ്മോൾ ലെറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്സിന്റെ
അപ്പർ കേസ് ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം. ഇതേ പേരിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സി പ്രോഗ്രാമിങ്ങിൽ വാരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇതൊക്കെ ലൈബ്രറി ഫങ്ഷൻസ് പോലെ കീവേഡ്സ് ആണ്, ഓൾറെഡി ഡിഫൈൻഡ് ആണ് സി പ്രോഗ്രാമിങ്ങിൽ. നെക്സ്റ്റ് വൺ ഇസ് ഡാറ്റ ടൈപ്സ് ആൻഡ് സ്റ്റോറേജ്. ഡാറ്റ ടൈപ്സ് ആൻഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാല് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാല് ഇന്റിജർ, ക്യാരക്ടേഴ്സ്, ഫ്ലോട്ട് ആൻഡ് ഡബിൾ. ഇതാണ് നമ്മുടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്, ബേസിക് ഡാറ്റ ടൈപ്സ്. അതിപ്പോ ഇന്റിജർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 2 bytes ആണ് പ്രൊവൈഡ് ചെയ്യുക. നമ്മുടെ സാധാ വാല്യൂസ് 1 2 3 4 5 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസിനാണ് നമ്മൾ ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ക്യാരക്ടർ. ക്യാരക്ടർ എന്ന് പറയുന്നത് 1 byte. 1 byte ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളെ ആൽഫബറ്റ്സ്, ഇപ്പൊ 1 2 3 ABCD എന്ന് പറഞ്ഞിട്ടുള്ള ആൽഫബറ്റ്സ്, അതിനെയാണ് നമ്മൾ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഫ്ലോട്ട്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ, അതായത് പോയിന്റ് നമ്പേഴ്സ് ഒക്കെ വരില്ലേ, 1.33, അതായത് 3.66 അങ്ങനെ വരുന്ന വാല്യൂസിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡബിൾ. ഡബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ വിത്ത് ഹയർ പ്രിസിഷൻ. അത് നമ്മളെ ഫ്ലോട്ടിംഗ് പോയിന്റ് തന്നെ കുറച്ചും കൂടെ ബൈറ്റ്സ്, 8 bytes വരെ സപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡബിൾ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ഡാറ്റ ടൈപ്പ് ക്വാളിഫയേഴ്സ്. ഡാറ്റ ടൈപ്പ് ക്വാളിഫയേഴ്സ് എന്ന് പറഞ്ഞാല് ഇനി ചെറുതായിട്ടും വലുതായിട്ടുള്ള രീതിയിൽ ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഇപ്പൊ ഷോർട്ട് ഇന്റ് 2 bytes, ഇന്റ് 2 bytes ആയിരുന്നു ഷോർട്ട് ഇന്റ്. ദെൻ ലോങ് ഇന്റ്. ലോങ് ഇന്റ് ഇസ് 4 bytes. സൈൻഡ് ഇന്റ് 2 bytes. അൺസൈൻഡ് ഇന്റ് 2 bytes. സൈൻഡ് ക്യാരക്ടർ 1, അൺസൈൻഡ് ക്യാരക്ടർ 1. ഇത് എത്ര ബൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. നെക്സ്റ്റ് വൺ ഈസ് വാരിയബിൾസ്. വാരിയബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ എക്സിക്യൂഷന്റെ സമയത്ത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കുറച്ചൊരു സെറ്റ് ഓഫ് വാല്യൂസിനോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ആൽഫബറ്റ്സിനോ അല്ലെങ്കിൽ ഒരു മിക്സർ ഓഫ് ആൽഫബറ്റ്സ് ആൻഡ് ഡിജിറ്റ്സ് എന്നൊക്കെ പറയും. അതിനാണ് നമ്മൾ വാരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ എക്സിക്യൂഷന്റെ ടൈമിൽ നമ്മൾ ആ ഒരു വാല്യൂ ചേഞ്ചിന് വേണ്ടി കൊടുക്കുന്ന ആ ഒരു ഐഡന്റിഫയർ, അതാണ് വാരിയബിൾ. വാരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു നെയിം ആവാം, ഒരു വാല്യൂ ആവാം, അതിന്റെ മെമ്മറി ആയിരിക്കാം. ഓക്കെ, ആ ഒരു 3 ഫീച്ചേഴ്സും കൂടെ കമ്പൈൻ ചെയ്തതായിരിക്കും ഈ ഒരു വാരിയബിൾ എന്ന് പറയുന്നത്. ഒരു വാരിയബിളിന്റെ നെയിം, ഒരു വാരിയബിളിന്റെ ഒരു വാല്യൂ, അതുപോലെ തന്നെ ആ വാരിയബിൾ എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്, ഈ 3 എണ്ണം കൂടെ കമ്പൈൻ ചെയ്തതിനെയാണ് നമ്മളൊരു വാരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നേരത്തെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തപ്പോൾ കണ്ടില്ലേ ABCD എന്നൊക്കെ കൊടുക്കുന്നത്. ABCD 4 എണ്ണം എന്താണ്, വാരിയബിൾസ് ആണ്. എയും ബിയും സിയും ഇന്റിജേഴ്സ് ആണ്. ഡി എന്ന് പറയുന്നത് ക്യാരക്ടർ വാരിയബിൾ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഇനീഷ്യലൈസിങ് വാരിയബിൾസ്. നമ്മൾ എങ്ങനെയാണ് വാരിയബിൾസിനെ ഇനീഷ്യലൈസ് ചെയ്യാന്നുള്ളതാ. നമ്മൾ ഒരു വാരിയബിൾസിനെ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇന്റിജർ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാം, ഇന്റ് a = 10 ഇന്റിജർ വാല്യൂ. ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിലോ 0.5 കൊടുക്കാം, അതായത് പോയിന്റ് നമ്പേഴ്സ്. ക്യാരക്ടർ ആണെങ്കിലോ കാർ C = A. എന്ന് പറയുന്നത് സിംഗിൾ കോട്ട്സിൽ കൊടുക്കാം. അങ്ങനെയാണെങ്കിലോ സി എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് A എന്ന് പറയുന്ന ആൽഫബറ്റ് അസൈൻ ചെയ്തു. അതുപോലെ ഇന്റ് a = 10. ഇന്റ് a = 10 എന്ന് പറഞ്ഞാൽ a എന്ന് പറയുന്ന വാരിയബിളിലേക്ക് 10 എന്ന് പറയുന്ന വാല്യൂവിനെ അസൈൻ ചെയ്ത് കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഈക്വൽ ടു ഇടുന്നതാണ്. ഈക്വൽ ടു ഡബിൾ ഈക്വൽ ടു തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ ആർക്കെങ്കിലും? ഈക്വൽ ടു ഡബിൾ ഈക്വൽ ടു വ്യത്യാസം എന്താണ്?
ആർക്കെങ്കിലും അറിയോ? ഈക്വൽ ടു ഡബിൾ ഈക്വൽ ടു തമ്മിലുള്ള വ്യത്യാസം ആദ്യം എന്തോ പറയാൻ വന്നല്ലോ. അറിഞ്ഞൂടാ പറയാമെന്നാ മനസ്സിലായി. ആണോ? ഓക്കെ. ഈക്വൽ ടു എന്ന് പറഞ്ഞാല് അതൊരു അസൈൻമെന്റ് ആണ്. അപ്പൊ എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ എന്ന് പറയുന്ന വാരിയബിളിലേക്ക് 10 എന്നുള്ള വാല്യൂവിനെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാല് ഈ കണ്ടീഷണൽ ചെക്കിംഗ് ആണ്. അത് ഈ എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിടത്ത് എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാല് എ 10 ആയാൽ എന്ന് പറയുന്ന ഒരു ചെക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ. സിംഗിൾ ഈക്വൽ ടു ആണെങ്കിൽ എ ഈക്വൽ ടു 10 കൊടുത്താൽ എ എന്ന് പറയുന്ന വാരിയബിളിലേക്ക് 10 എന്ന് പറയുന്ന വാല്യൂവിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇഫ് ഇറ്റ് ഇസ് ഡബിൾ ഈക്വൽ ടു ആണെങ്കിൽ എന്ത് ചെയ്യാം, എ എന്ന് പറയുന്ന വാല്യൂ 10 ആണോ അല്ലയോ അങ്ങനെയുള്ളൊരു ചെക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതാണ് ഈക്വൽ ടു ഡബിൾ ഈക്വൽ ടു തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് വൺ വരുന്നത് കോൺസ്റ്റന്റ്സ് ആണ്. മെയിൻലി there are 4 types of constants. First one integer constant. Second one is floating point constant. Third one is character constant. And the fourth one is string constant. 4 ടൈപ്പ് കോൺസ്റ്റന്റ്. ഇതിനകത്ത് ഇന്റിജർ കോൺസ്റ്റന്റ്സിൽ വരുന്നത് ഡെസിമൽ ഇന്റിജർ കോൺസ്റ്റന്റ്സ്, ഇൻവാലിഡ് ഡെസിമൽ ഇന്റിജർ കോൺസ്റ്റന്റ്സ്, octal integer constants and hexadecimal integer constants. നിങ്ങൾ ജസ്റ്റ് പേര് പഠിച്ചു വെച്ചാൽ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. ദെൻ ഫ്ലോട്ടിംഗ് പോയിന്റ് അതുപോലെ തന്നെ. ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ്സ് എന്ന് പറഞ്ഞാല് ഇപ്പോ പോയിന്റ് നമ്പേഴ്സ് 1.33 അല്ലെങ്കിൽ 2.2 0.000.2 അങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. ദെൻ ക്യാരക്ടർ കോൺസ്റ്റന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ കോട്ട്സിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് അവിടുത്തെ ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സിംഗിൾ കോട്ട്സിൽ നിങ്ങൾ എ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എ ഈസ് ദ ക്യാരക്ടർ കോൺസ്റ്റന്റ്. സിംഗിൾ കോട്ട്സിൽ നമ്മൾ ഏതെങ്കിലും ഒരു സിമ്പൽ, ഒരു ഹാഷ് സിമ്പൽ കൊടുത്തു കഴിഞ്ഞാൽ ഹാഷ് എന്ന് പറയുന്ന അവിടെ എന്താണ്, അവിടുത്തെ ക്യാരക്ടർ കോൺസ്റ്റന്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് എസ്കേപ്പ് സീക്വൻസ്. അപ്പൊ നിങ്ങൾ \n ഒക്കെ നേരത്തെ കണ്ടു. \n എന്തിനാ പറഞ്ഞത്? ഒരു ന്യൂ ലൈനിന് വേണ്ടിയിട്ടാണ് \n എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ കുറെ ബാക്ക് സ്പേസ് ഇട്ടുള്ള വാല്യൂസ് വരുന്നുണ്ട്. ഡബിൾ കോട്ട്സ്, സിംഗിൾ കോട്ട്സ് ഒക്കെ. ഇത് ഓരോന്ന് എന്തിനാണെന്നുള്ളത് നമുക്ക് പ്രോഗ്രാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോന്നോരോന്നായിട്ട് പറയാം. നെക്സ്റ്റ് വൺ ഈസ് സിംബോളിക് കോൺസ്റ്റന്റ്സ്. സിംബോളിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഹാഷ് ഡിഫൈൻ, ഹാഷ് അതൊക്കെ സിംബോളിക് കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ ഹാഷ് ഡിഫൈൻ പ്രിന്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോ ഏറ്റവും മുകളിൽ നമ്മള് ഗ്ലോബൽ ഡിക്ലറേഷൻസ് ഉണ്ട്. അപ്പൊ അവിടെ ഗ്ലോബൽ ഡിക്ലറേഷൻ ചെയ്യുമ്പോൾ ഇപ്പൊ പൈ എന്ന് പറയുന്നതിന്റെ വാല്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് കൊടുക്കുക? അപ്പോ ഹാഷ് ഡിഫൈൻ പൈ ഈക്വൽ ടു 3.14 അങ്ങനെയാണ് കൊടുക്കുക. ഹാഷ് ഡിഫൈൻ പൈ ഈക്വൽ ടു 3.14 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഈ ഹാഷ് ഡിഫൈൻ പൈ 3.14 എന്ന് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഈ പൈ എന്ന് പറയുന്ന സാധനം എവിടെ യൂസ് ചെയ്താലും അതിന്റെ വാല്യൂ ഏത് വരും? 3.14 വരും. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ ഹാഷ് എന്ന് പറയുന്ന സാധനം എന്താണ്? അതൊരു സിംബോളിക് കോൺസ്റ്റന്റ് ആണ്. Okay, so they are used to assign names to values. നെക്സ്റ്റ് വരുന്നത് എക്സ്പ്രഷൻസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ആണ്. നമുക്ക് ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് പഠിക്കാനുണ്ട് സി പ്രോഗ്രാമിംഗിൽ? ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത്. നമ്മൾ പറഞ്ഞതാണ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാലേ ഈക്വൽ ടു. ഇവിടെ പറഞ്ഞു നോക്കിയേ, ബി ഈക്വൽ ടു 5, ബി ഈക്വൽ ടു എ. ബി ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഈസ് അസൈൻ ദ വാല്യൂ ഓഫ് എ. ബി ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാലോ ബിയിലേക്ക് 5 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യും.
ബി ഈക്വൽ ടു a+5 എന്ന് പറഞ്ഞാലോ a+5 എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷന്റെ റിസൾട്ട് എന്താണോ അതിനെ എവിടേക്ക് സ്റ്റോർ ചെയ്യാം, ബിയിലേക്ക് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പൊ എക്സ്പ്രഷൻസ് 4 രീതിയിലാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് arithmetical expression, second one relational expression, third one logical expression, and the fourth one is mixed expression. ഓക്കെ, അപ്പൊ ഇനി ഇത് ഓരോന്ന് എന്താണെന്നുള്ളത് പഠിക്കണം. അരിത്മെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സിൽ നമുക്ക് ഒരു 5 എണ്ണം വരും. അരിത്മെറ്റിക്കൽ പ്ലസ് ആണെങ്കിൽ അഡിഷൻ, മൈനസ് സബ്ട്രാക്ഷൻ, സ്റ്റാർ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, ഈ ഡിവിഷൻ സിമ്പൽ ആണെങ്കിൽ ഡിവിഷൻ, പിന്നെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡുലാർ ഡിവിഷൻ. മോഡുലസ് യൂസ് ചെയ്യുന്നത് അതിന്റെ റിമൈൻഡർ കാണാൻ വേണ്ടിയിട്ട്. മോഡുലസ് ഇസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ റിമൈൻഡർ. അപ്പൊ ഇത്രയാണ് നമ്മുടെ അരിത്മെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അരിത്മെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി 2 പ്രധാനപ്പെട്ട ഓപ്പറേറ്റേഴ്സ് ആണ് ഇൻക്രിമെന്റ് ഓപ്പറേറ്ററും ഡിക്രിമെന്റ് ഓപ്പറേറ്ററും. നിങ്ങൾ ഒരു വാല്യൂ a ഈക്വൽ ടു a+1 ഇങ്ങനെ കൊടുത്താൽ എന്താ അതിന്റെ അർത്ഥം? a ഈക്വൽ ടു a+1 എന്ന് കൊടുത്തു കഴിഞ്ഞാല് എന്ന് വെച്ചാൽ എനോട് 1 ആഡ് ചെയ്താണ്. അതിന്റെ കൂടെ ഒരു വാല്യൂ ആഡ് ചെയ്യുന്നതിനാണ് a ഈക്വൽ ടു a+1 എന്ന് പറയുന്നത് അല്ലെ. നമ്മളിവിടെ a ഈക്വൽ ടു 5 എന്ന് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ a ഈക്വൽ ടു a+1 കഴിഞ്ഞതിന് ശേഷം നമ്മൾ a പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ എന്താ അതിന്റെ റിസൾട്ട് വരാം? 6 വരും. 5+1. ഓക്കെ, അപ്പൊ നമ്മള് ഈ a ഈക്വൽ ടു a+1 എന്നുള്ളതിന് പകരം എഴുതുന്ന ഒരു ഓപ്പറേറ്റർ ആണ് ഈ പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ a ഈക്വൽ ടു 5 എന്ന് കൊടുത്തു, അതിനുശേഷം a++ എന്ന് കൊടുത്തു, നമ്മൾ എന്ത് ചെയ്യാണ്, ഏത് സാധനത്തിന് അവിടെ പ്രിന്റ് ചെയ്യണം. അങ്ങനെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എന്റെ വാല്യൂ എത്രയാ വരിക? 6 എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ഈ a++ എന്ന് പറയുന്നത് എന്തിന് ഇക്വാലന്റ് ആണ്? a ഈക്വൽ ടു a+1 എന്ന് പറയുന്നതിന് ഇക്വാലന്റ് ആണ്. ഈ a++ എന്നുള്ളത് എപ്പോഴും ഓർത്ത് വെക്കുക, നമുക്ക് എല്ലാ ലൂപ്പിലും ആവശ്യം വരുന്ന സാധനമാണ്. ഓക്കെ, അതുപോലെ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്, മൈനസ് മൈനസ്. അതും ഇതേപോലെ തന്നെ നിങ്ങളിപ്പോ a ഈക്വൽ ടു 5 യൂസ് ചെയ്യാം. a ഈക്വൽ ടു 5 ഉണ്ട്, എന്നിട്ട് a ഈക്വൽ ടു a-1 ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തായിരിക്കും? 5 -1 എന്ന് പറഞ്ഞിട്ട് a പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 ആണ് പ്രിന്റ് ചെയ്യാം. ഇത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, a ഈക്വൽ ടു 5 കൊടുത്തിട്ട് a മൈനസ് കൊടുക്കുക, എന്നിട്ട് a എന്നുള്ളത് നിങ്ങൾ പ്രിന്റ് എഫ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എത്രയാണ് വരിക? 4 ആണ് വരിക. ഓക്കെ, അപ്പൊ ഈ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാല് ദാറ്റ് ഈസ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, ആൻഡ് മൈനസ് മൈനസ് പറഞ്ഞാല് അത് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. പ്ലസ് പ്ലസും മൈനസ് മൈനസും. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാല് ഇപ്പോ ഡബിൾ ഈക്വൽ ടു പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു അസൈൻമെന്റ് ആണ്. എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണോ എന്നുള്ളത് ചെക്കിംഗ് ആണ് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോ ഡബിൾ ഈക്വൽ ടു റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. നോട്ട് ഈക്വൽ ടു, then less than or equal to, greater than or equal to. ഇത്രയാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ലൂപ്പിങ്ങില് അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിലൊക്കെയാണ്. അപ്പൊ ദീസ് ആർ ദ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാല് ആൻഡ്, ഓർ, നോട്ട്, ഈ 3 എണ്ണമാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വരുന്നത്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ആൻഡ്, ഓർ, നോട്ട്.
ഇതും അധികം വരല് നമ്മളെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിൽ തന്നെയാണ്. ഈ ആൻഡിന്റെയും ഓറിന്റെയും ഒക്കെ ഈ ഒരു ടേബിൾ അറിയാലോ അല്ലെ? 0. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ അതിൽ എന്ത് കിട്ടുള്ളൂ? അതിലൊരു ട്രൂ വാല്യൂ കിട്ടുള്ളൂ. ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ 1. അപ്പൊ ഇവിടെ 0 ആണെങ്കിൽ എക്സ് ആൻഡ് വൈ വന്നാൽ 0 തന്നെയാണ് വരിക. നോൺ സീറോയും 0യും വന്നാൽ 0 ആണ് വരിക. 0 നോൺ 0 വന്നാൽ 0 ആണ് വരിക. കാരണം ഏതെങ്കിലും ഒരു വാല്യൂ 0 ആണെങ്കിൽ ആൻഡിൽ 0 വരും. രണ്ട് വാല്യൂ നോൺ 0 ആണെങ്കിൽ മാത്രമേ അവിടെ എന്ത് വരുള്ളൂ? 1 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഓർ ആണെങ്കിലോ? ഓർ ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം 1 ആയാൽ തന്നെ 1 കിട്ടും. അപ്പൊ 0 വന്നാൽ മാത്രമേ ഓർ കേസിൽ 0 വരുള്ളൂ. അല്ലാത്ത കേസിലൊക്കെ ഓറിൽ 1 തന്നെയാണ് ആൻസർ കിട്ടുക. നോൺ 0 വന്നാലും ട്രൂ ആണ്. 0 നോൺ 0 വന്നാലും ട്രൂ ആണ്. നോൺ 0 വന്നാലും ട്രൂ ആണ്. പിന്നെ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ്. 0ന്റെ ഓപ്പോസിറ്റ് നോൺ 0, നോൺ 0ന്റെ ഓപ്പോസിറ്റ് 0. അതാണ് നോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. 3 ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ആൻഡ്, ഓർ, നോട്ട്. നെക്സ്റ്റ് വരുന്നത് കോമ ആൻഡ് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്. കോമ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ എവിടെയാ പഠിച്ചത്? സ്കാൻഎഫിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്കാൻഎഫ് ദ സം ഈസ് എന്ന് പറഞ്ഞിട്ട് കോമ ഇട്ടിട്ട് നമ്മൾ ആ ഒരു സം എന്ന് പറയുന്ന വാരിയബിള് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കോമ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം. ഇനി കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഒരു കണ്ടീഷൻ കൊടുക്കുക. then expression 1, expression 2. ഇങ്ങനെയാണ് നമുക്ക് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് കൊടുക്കുക. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് ഇവിടെ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുക. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കണ്ടീഷൻ 1 കൊടുക്കുക. ഇഫ് ഇറ്റ് ഇസ് ഫോൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 2 കൊടുക്കുക. അതാണ് അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കണ്ടോ? എക്സ് ഈക്വൽ ടു വൈ ലെസ് ദാൻ 20 ആണെങ്കിൽ 9 എന്ന് പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ 10 എന്ന് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അതിന്റെ അർത്ഥം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇഫ് വൈ ലെസ് ദാൻ 20 then x ഈക്വൽ ടു 9 else x ഈക്വൽ ടു 10. ഇതുപോലെ തന്നെയാണ് കോമ ഓപ്പറേറ്ററും. കോമ ഓപ്പറേറ്റേഴ്സ് കണ്ടോ? ഐ ലൂപ്പ്, ഫോർ ലൂപ്പിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. I0, j ഈക്വൽ ടു n. അതായത് രണ്ട് ഇനീഷ്യലൈസേഷൻ അറ്റ് എ ടൈം വരുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഈ കോമ ഓപ്പറേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. നമ്മളിനി ഫോർ ലൂപ്പ് ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഇനീഷ്യലൈസേഷൻ വരുമ്പോഴൊക്കെ പഠിക്കും. നെക്സ്റ്റ് വൺ ഈസ് ടൈപ്പ് കാസ്റ്റ് ഓപ്പറേറ്റർ. ടൈപ്പ് കാസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാല് ഇപ്പൊ നേരത്തെ നമ്മളൊരു പ്രോഗ്രാം ചെയ്തപ്പോ ആവറേജിന്റെ ഇതിൽ കണ്ടു. ആവറേജ് നമ്മൾ ഇൻഡിജറിൽ കൊടുത്തിട്ട് ആവറേജ് പ്രിന്റ് ചെയ്ത് 8.33 എന്നൊക്കെ ഉണ്ടെങ്കിലും 8 മാത്രം പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ചിലപ്പോ ആ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും? അതിനെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൈപ്പ് കാസ്റ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻ. ഓക്കെ, അതാ a/5, എയും 5ഉം നിങ്ങൾ ഡിക്ലെയർ ചെയ്തേക്കുന്നത് ഇൻഡിജർ ആയിട്ടാണെങ്കിൽ അതിന്റെ റിസൾട്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഫ്ലോട്ട് ആയിട്ട് കിട്ടണം. അപ്പൊ എന്ത് ചെയ്യാം? ആ സ്പോട്ടിൽ പോയിട്ട് ഫ്ലോട്ട് ഓഫ് a/5 എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആ പോയിന്റ് ഉള്ള നമ്പേഴ്സും കൂടെ കിട്ടും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിനാണ് നമ്മൾ ടൈപ്പ് കാസ്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സൈസ് ഓഫ് ഓപ്പറേറ്റർ. സൈസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാല് നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്പറേറ്ററിന്റെ സൈസ് എത്രയാന്ന് കിട്ടാൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്യാരക്ടറിന്റെ 1 ബൈറ്റ് ആണ്, ഇൻഡിജറിന്റെ 2 ബൈറ്റ് ആണ്, ലോങ്ങിന്റെ ആവുമ്പോൾ 4 ബൈറ്റ് ആണ്, ഡബിൾ ആവുമ്പോ 8 ബൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഏത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ഷോർട്ട് ഹാൻഡ്. അത് നിങ്ങളിപ്പോ ഈ a ഈക്വൽ ടു a+2 ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? a+2 എന്ന് കൊടുക്കുക. നമ്മൾ നേരത്തെ a ഈക്വൽ ടു a+1 പകരം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? a++ എന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ
എ ഈക്വൽ ടു എ പ്ലസ് ടുവിന് പകരം എ പ്ലസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കാം. ഇനി എ ഈക്വൽ ടു എ മൈനസ് ടുവിന് പകരം എന്ത് ചെയ്യാം? എ മൈനസ് ഈക്വൽ ടു 2. സ്റ്റാറും അങ്ങനെ ചെയ്യാം. എ ഈക്വൽ ടു എ സ്റ്റാർ 2. അപ്പൊ നിങ്ങൾ ഇവിടെ +2 അല്ല +3 ആണെങ്കിലോ? എ ഈക്വൽ ടു എ പ്ലസ് 3 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? എ പ്ലസ് ഈക്വൽ ടു 3 എന്ന് കൊടുത്താൽ മതി. ഇങ്ങനെ കൊടുത്താൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? എ ഈക്വൽ ടു എ പ്ലസ് 3 എന്നായിരിക്കും. അതിനെയാണ് നമ്മൾ സി ഷോർട്ട് ഹാൻഡ്സ് എന്ന് പറയുന്നത്. ഇനി ഓപ്പറേറ്റേഴ്സിന്റെ പ്രയോറിറ്റി എന്നാൽ ഇപ്പൊ നമ്മൾ ഈ ബോർഡ് മാസ് റൂൾ ഒക്കെ പോലെയാണ്. ഒരു വലിയ ഓപ്പറേറ്റേഴ്സ്, വലിയൊരു എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഏത് ഓപ്പറേറ്റർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രയോറിറ്റി ഓഫ് ഓപ്പറേറ്റേഴ്സ് കൊടുക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രയോറിറ്റി ബ്രാക്കറ്റിനാണ്. പിന്നെ നോട്ട്, പ്ലസ് പ്ലസ്, മൈനസ് മൈനസ്, ടൈപ്പ് ഓപ്പറേറ്റർ, സൈസ് ഓഫ്, ദെൻ ഡിവൈഡും മോഡുലസും, ദെൻ പ്ലസ് മൈനസ്. ഈ ഒരു ഓർഡർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. പ്രസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് പ്രസിഡൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങളെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്, ഫസ്റ്റത്തെ പോർഷൻ. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രോഗ്രാംസ് എഴുതാൻ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വന്തമായിട്ട് ഒരു പ്രോഗ്രാം എഴുതാൻ പറ്റുമോ? സം ഓഫ് ടു നമ്പേഴ്സ് ആണ് ഒരു പ്രോഗ്രാം. എഴുതാൻ പറ്റുമോ? എന്താണ് അതിന്റെ? എഴുതാൻ കഴിയും. ഓക്കെ, എന്നാലും രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഒരു പ്രോഗ്രാം ഒന്ന് എഴുതുമോ? ഞാൻ പറയുമ്പോ എനിക്കൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചാൽ മതി. പെട്ടെന്ന് എഴുതണേ. സം ഓഫ് ടു നമ്പേഴ്സ്. In A equal to 1, in a B equal to 2, C equal to A plus B, in percentage D comma C. Okay, Abu Bakr, done.
അപ്പോൾ നമ്മൾ എക്സാമിന് ഒരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഈ ഹാഷ് ഇൻക്ലൂഡ് stdio.h ആ സംഭവങ്ങളൊക്കെ ഇടണം കേട്ടോ. മെയിന് എല്ലാവരും എഴുതിയല്ലേ പ്രോഗ്രാം? നമ്മളിതാ ഹാഷ് ഇൻക്ലൂഡ് stdio.h നമ്മുടെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസിനെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ദെൻ ഇൻറ്റ് മെയിൻ കൊടുത്തു. ദെൻ നമുക്ക് നീഡഡ് വാരിയബിൾസ് കൊടുക്കാം. എക്സ് വൈ സെഡ് ഏതെങ്കിലും 3 വാരിയബിൾസ് നിങ്ങൾക്ക് എ ബി സം എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ A1 A2 സം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വാരിയബിൾസ് കൊടുക്കാം. ദെൻ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? printf enter 2 numbers to add. ഏതെങ്കിലും 2 നമ്പേഴ്സ് ആഡ് ചെയ്യേണ്ട 2 നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. ഏതെങ്കിലും 2 നമ്പേഴ്സ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ സം ആണ് കാണേണ്ടത്. സോ വി ഹാവ് ടു എൻ്റർ 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിച്ചു എൻ്റർ 2 നമ്പേഴ്സ്. നമ്മളെ ഇതാണ് നമ്മളിവിടെ ഔട്ട്പുട്ടിൽ ചോദിച്ചിട്ടുള്ളത്, എൻ്റർ 2 നമ്പേഴ്സ് ടു ആഡ്. നമ്മൾ എന്ത് ചെയ്യാം? സ്കാൻ ചെയ്യണം. സ്കാൻ ഓഫ് %d %d 2 നമ്പേഴ്സിനെ നമുക്ക് സ്കാൻ ചെയ്യാനുണ്ട്. സ്കാൻ ഓഫ് %d %x, %y എന്നിട്ട് സെമിക്കോളൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? z എന്ന് പറയുന്ന ഒരു വാരിയബിളിലേക്ക് എക്സും വൈയും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് z എന്ന് പറയുന്ന വാരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. ദെൻ എന്ത് ചെയ്യുക? സം ഓഫ് ദ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ പ്രിന്റ് ചെയ്യുക. ദെൻ ലാസ്റ്റ് റിട്ടേൺ 0 കൊടുക്കണം. എന്തിനാ റിട്ടേൺ 0 കൊടുത്തത്? റിട്ടേൺ 0 എന്തിനാണ് കൊടുക്കുന്നത്? ആരുമില്ലേ? റിട്ടേൺ 0 എന്തിനാണ് കൊടുക്കുന്നത്? സക്സസ്ഫുൾ എക്സിറ്റ് ഫോർ ടു വയേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇന്റ് മെയിൻ എന്ന് പറഞ്ഞ് കൊടുത്തതുകൊണ്ടാണ് റിട്ടേൺ 0 കൊടുക്കുന്നത് അല്ലെ. സക്സസ്ഫുൾ എക്സിറ്റ് അതാണ്. പക്ഷെ നമ്മൾ ഇന്റ് മെയിൻ അല്ല വോയിഡ് മെയിൻ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? ആ ഒരു റിട്ടേൺ 0ന്റെ ആവശ്യം അവിടെ ഇല്ല. വോയിഡ് മെയിൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ റിട്ടേൺ 0ന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? കാണാം. ഓക്കെ, അപ്പൊ നിങ്ങള് ടെക്സ്റ്റ് ബുക്കിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇതിൽ വരുന്നത്. നമ്മളെ മെയിൻ ആയിട്ട് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, ലൂപ്പിങ്ങും അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് ഡിസിഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഡിസിഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെന്റില് ഫസ്റ്റ് വൺ ഈഫ് ആണ്. ഈഫില് എന്തിനാ ഈഫ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല് നമുക്കൊരു കണ്ടീഷൻ ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഈഫ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നത്.
if എന്ന് പറഞ്ഞാല് ഇത് അതായിരുന്നെങ്കിൽ അതിങ്ങനെ ആയേനെ എന്നുള്ള ഒരു കണ്ടീഷൻ. അതിൽ തന്നെ 4 ടൈപ്പിൽ വരുന്നുണ്ട്. ഒന്ന് സിമ്പിൾ if വരുന്നുണ്ട്, then if else വരുന്നുണ്ട്, നെസ്റ്റഡ് if else ആൻഡ് else if സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു 4 രീതിയിലാണ് നമ്മളെ if യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് if കണ്ടീഷൻ then സ്റ്റേറ്റ്മെന്റ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. ഒരു if കൊടുക്കുക, അതിനുള്ളിൽ ഒരു കണ്ടീഷൻ കൊടുക്കുക, ആ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിലുള്ള സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് കൊടുക്കാം. ഒരു സിമ്പിൾ ifന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. if എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഇവിടെ കൊടുത്തു. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിൽ വരിക. നോ ഫോൾസ് ആണെങ്കിലോ ഈ ഒരു ഇതിൽ നിന്ന് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുക. അതാണ് നമ്മളെ സിമ്പിൾ if എന്ന് പറയുന്നത്. ഇവിടെ ifന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹാഷ് ഇൻക്ലൂഡ് stdio.h പറയുന്നുണ്ട്, മെയിൻ വരുന്നുണ്ട്, ഒരു ഫ്ലോട്ട് ഗ്രോസ് സാലറി നെറ്റ് സാലറി, 2 സാലറീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്, നിങ്ങളുടെ ഗ്രോസ് സാലറി എൻറ്റർ ചെയ്യാൻ പറഞ്ഞു. ഗ്രോസ് സാലറി ലെസ് ദാൻ 10,000 ആണെങ്കിൽ എന്ത് ചെയ്യുക, നെറ്റ് സാലറി ഈക്വൽ ടു ഗ്രോസ് സാലറി എന്ന് പറഞ്ഞു കൊടുക്കുക. ഗ്രോസ് സാലറി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10,000 ആണെങ്കിൽ നെറ്റ് സാലറി ഈക്വൽ ടു ഗ്രോസ് സാലറി മൈനസ് 0.15 ഇൻറ്റു ഗ്രോസ് സാലറി. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് if എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം എഴുതാം if യൂസ് ചെയ്തിട്ട്. വേറെ if ഒരു ഏജ് കൊടുക്കാം. ഏജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ if ഏജ് ഈസ് ലെസ് ദാൻ 18 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് എന്താണ് പ്രിന്റ് ചെയ്യാം, ഒരു മൈനറിന് പ്രിന്റ് ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഈഫിന് എക്സാമ്പിൾ ആണ്. if ഏജ് ലെസ് ദാൻ 18 ആണെന്നുണ്ടെങ്കിൽ പ്രിന്റ് മൈനർ. സിമ്പിൾ if. സിമ്പിൾ if കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ എന്താണ്, if else. അതായത് if കണ്ടീഷൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ്, ഒരു എൽസ് കൊടുക്കുക അതിന്റെ സ്റ്റേറ്റ്മെന്റ്. if else കണ്ടീഷൻ. if else ആണ് നമ്മളിപ്പോ പ്രോഗ്രാം എഴുതി. അതിപ്പോ if ഒരു ഏജ് ഈക്വൽ ടു ഇന്റ് ഏജ് കൊടുക്കാം. ഇന്റ് ഏജ് കൊടുത്തിട്ട് if ഏജ് ലെസ് ദാൻ 18 ആണെങ്കിൽ നമ്മൾ എന്താണ് പ്രിന്റ് മൈനർ എന്ന് പ്രിന്റ് ചെയ്തു. എൽസ് എന്ത് ചെയ്യാം, മേജർ എന്ന് പ്രിന്റ് ചെയ്യാം. അപ്പൊ ഈഫും എൽസും ആയി. if ട്രൂ ആണെങ്കിൽ ഈ കണ്ടീഷൻ കൊടുക്കുക, ഫോൾസ് ആണെങ്കിൽ എന്ത് കൊടുക്കുക, ഈ സെക്കൻഡ് കണ്ടീഷൻ കൊടുക്കുക. അതിനാണ് നമ്മൾ if else എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സിന്റാക്സ് if കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് 1 എൽസ് സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് 3 അങ്ങനെ രീതിയിൽ പോകുന്നതിനെയാണ് നമുക്ക് if else എന്ന് പറയുന്നത്. അപ്പൊ if else ആകുമ്പോൾ അതിന്റെ ഫിഗർ ഇങ്ങനെ വരും. കണ്ടീഷൻ വരും, ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1ലേക്ക് വരും, ഫോൾസ് ആണെങ്കിൽ ബ്ലോക്ക് 2ലേക്ക് വരും. ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്തിലേക്ക് വരും, ബ്ലോക്ക് 3ലേക്ക് വരും. ഇതിനെയാണ് നമ്മൾ if else സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. if else. ഓക്കെ, ഇപ്പൊ അതൊരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. ഈവൺ ഓർ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈവൺ ഓർ ഓഡ് ആണോ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്തു, ഹാഷ് ഇൻക്ലൂഡ് stdio.h ഇന്റ് മെയിൻ ഒരു വേരിയബിൾ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എൻ്റർ ദ നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റ് എഫ് കൊടുത്തു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, കീബോർഡ് ത്രൂ സ്കാനഫ് യൂസ് ചെയ്തിട്ട് നമ്പറിനെ റീഡ് ചെയ്യാം. റീഡ് ചെയ്തിട്ട് നിങ്ങളത് എക്സ് മോഡ് ടു ഈക്വൽ ടു 0 അതൊരു വാല്യൂബിളിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ 0 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ദി ഗിവൺ നമ്പർ ഈസ് ഈവൺ എന്ന് പറയാം. എൽസ് നമുക്ക് എന്ത് പറയാം, ദി ഗിവൺ നമ്പർ ഈസ് ഓഡ് എന്ന് പറയാം. ഓക്കെ, ദി ഗിവൺ നമ്പർ ഈസ് ഈവൺ ആൻഡ് ദി ഗിവൺ നമ്പർ ഈസ് ഓഡ്. ഇതാണ് രണ്ട് കണ്ടീഷൻസ് പറയുന്നത്. ഓക്കെ, മോഡുലസ് എന്ന് പറഞ്ഞാല് അതിന്റെ റിമൈൻഡർ കാണാനുള്ളതാണ്. രീതിയിൽ വരുമ്പോ ഇവിടെ വരുന്ന വാല്യൂ ഇതിനെയാണ് നമ്മൾ റിമൈൻഡർ എന്ന് പറയുന്നത്. മോഡുലസ് യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതും ഈ ഒരു വാല്യൂ ആണ്. അപ്പോ 11 ആണെങ്കിലോ
ഈ ഒരു വാല്യൂ ഇവിടെ 1 എന്ന് പറയുന്ന റിമൈൻഡർ വരും. 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്പർ ഈസ് ഓഡ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഈസ് നെസ്റ്റഡ് ഈഫ് എൽസ്. നെസ്റ്റഡ് ഈഫ് എൽസ് എന്ന് പറഞ്ഞാല് ഒരു ഈഫിന്റെ ഉള്ളില് വേറൊരു ഈഫ്, എന്നിട്ട് അതിന് വേറൊരു എൽസ് കണ്ടീഷൻ, മെയിൻ ഈഫിന് വേറൊരു എൽസ് കണ്ടീഷൻ. ഇങ്ങനെയാണ് നമ്മുടെ നെസ്റ്റഡ് ഈഫ് എൽസ്. ഈ ഈഫ് കണ്ടീഷന്റെ ഉള്ളില്, ഈ ഒരു ഈഫ് കണ്ടീഷന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, ഒരു ഈഫും കൊടുത്തു, അതിന്റെ എൽസും കൊടുത്തു. ഇനി ഈ ഈഫ് കണ്ടീഷന്റെ എൽസ് പോർഷൻ ആണ് ഇവിടേക്ക് വരുന്നത്. അതിനാണ് നമ്മൾ നെസ്റ്റഡ് ഈഫ് എൽസ് എന്ന് പറയുന്നത്. if condition 1, then if condition 2, statement block 1, else statement 2 block, else statement 3 block, എല്ലാം കഴിഞ്ഞ് ഇതാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 4 ബ്ലോക്ക്. ഇങ്ങനെയാണ് നമ്മുടെ നെസ്റ്റഡ് ഈഫ് എൽസ്. ഇതാണ് അതിന്റെ പിക്ചർ വരാം. കണ്ടീഷൻ 1 വരും, അത് ട്രൂ ആണെങ്കിൽ കണ്ടീഷൻ 2ലേക്ക് പോകും, അത് ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 3 ബ്ലോക്കിലേക്ക്. ഈ ഒരു കണ്ടീഷൻ 2 ആണ് ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1ലേക്ക്. ഓക്കെ, ഇനി ഇതും ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും, എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് 4ലേക്ക് ജോയിൻ ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ നെസ്റ്റഡ് ഈഫ് എൽസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എൽസ് ഈഫ് ആണ്. എൽസ് ഈഫ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങള് ഒരു വാല്യൂ, ഒരു എ എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കണം. വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോ ഇൻഡ് എ, ഇപ്പൊ നമ്മൾ ഈഫ് എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്യാം. ഗ്രേറ്റർ ദാൻ 100 എന്ന് പ്രിന്റ് ചെയ്യാം. എൽസ് ഈഫ് എ ലെസ് ദാൻ 100 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ലെസ് ദാൻ 100 എന്ന് പ്രിന്റ് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം? എൽസ് പ്രിന്റ് ഈക്വൽ ടു 100. ഈ 3 കണ്ടീഷൻ വരും. ഗ്രേറ്റർ ദാൻ 100, ലെസ് ദാൻ 100, ഈക്വൽ ടു 100. ഇവിടെ ഈഫ് വരുന്നു, ഇവിടെ എൽസ് ഈഫ് കണ്ടീഷൻ വരുന്നു, ഇവിടെ എൽസ് വരുന്നു. ഈ ഒരു രീതിയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈഫ് എൽസ് എന്ന് പറയുന്നത്, സോറി എൽസ് ഈഫ് എന്ന് പറയുന്നത്. എൽസ് ഈഫ് സ്റ്റേറ്റ്മെന്റ്, അതായത് സ്റ്റേറ്റ്മെന്റ് കണ്ടീഷൻ 1 ഈഫ്, ഈ ഈഫിന്റെ എൽസ് എന്ന് വരും? ഇവിടെ വരും. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ വീണ്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എൽസ് ഈഫ് കൊടുക്കാം. ഇനി ഈ ഒരു ഈഫിന്റെ എൽസ് എവിടെ വരും? ഇവിടെ വരും. ഈ ഒരു കണ്ടീഷൻ നമുക്ക് എൽസ് ഈഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. അതിന്റെ ഫ്ലോ ചാർട്ട് ഇങ്ങനെയും വരും. കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1ലേക്ക്, അല്ലെങ്കിലോ കണ്ടീഷൻ 2 അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 3, അതും ഫോൾസ് ആണെങ്കിൽ ഇതിലേക്ക്, അതും ഫോൾസ് ആണെങ്കിൽ ഇങ്ങോട്ട്, അതും ഫോൾസ് ആണെങ്കിൽ ഇങ്ങോട്ട്. ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ വരും. ഇതാണ് എൽസ് ഈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഈഫ്, ഈഫ് എൽസ്, നെസ്റ്റഡ് ഈഫ് എൽസ്, എൽസ് ഈഫ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറ്റ് എ ടൈം ഏതെങ്കിലും ഒരെണ്ണം മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? സ്വിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു 3, 4, 5 കേസസ്, എത്ര കേസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു സിമ്പിൾ കാൽക്കുലേറ്റർ ആണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതില് പ്ലസ് മൈനസും ഇൻറ്റും ഡിവൈഡും വരുന്നുണ്ട്. അതിനുവേണ്ടി നമ്മള് സ്വിച്ച് ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കൊടുത്തു. സ്വിച്ച് ഓഫ് എക്സ്പ്രഷൻ, അത് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ നമ്മളെ ചോയ്സ് എൻ്റർ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? കേസ് എക്സ്പ്രഷൻ 1 ഫസ്റ്റ് കേസ് നമ്മൾ അതിന്റെ ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യാം? അത് ബ്രേക്ക് ചെയ്യാം. ദെൻ കേസ് 2 കൊടുക്കുക, അതിന്റെ ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം? ബ്രേക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് എക്സ്പ്രഷൻസ്, നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പ്രഷൻസ് കൊടുക്കാനുണ്ടോ അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഡീഫോൾട്ട് എന്ത് ചെയ്യുക? ഡീഫോൾട്ട് ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ നിങ്ങൾ കുറെ ചോയ്സ് എൻ്റർ ചെയ്യാണ്. നിങ്ങൾക്ക് 4 ചോയ്സ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 എന്നിട്ട് ചോയ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീഫോൾട്ട് എന്ത് ചെയ്യാം? ഇൻവാലിഡ് ചോയ്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനാണ് നമ്മൾ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ
ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിളില് ഫസ്റ്റ് നമുക്ക് ഒരു പ്രോഗ്രാമാണ് മെയിൻ #include stdio.h അവിടെ ഉണ്ട്. ദെൻ ഇൻഡ് മെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം. അതിൽ നമ്മൾ കൊടുത്ത വാരിയബിൾസ് ഇൻഡ് ചോയ്സ് n, 2 വാരിയബിൾസ് ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങളെ ചോയ്സ് എന്താന്നുള്ളതും നിങ്ങളെ വാല്യൂ നമ്പർ ഏതാണെന്നുള്ളതും 2 ചോയ്സ് എൻ്റർ ചെയ്തു. ദെൻ പ്രോഗ്രാമില് ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? എൻ്റർ എനി നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഒരു നമ്പറിനെ സ്കാൻ ചെയ്തു. സ്കാൻ ഓഫ് %d പറഞ്ഞിട്ട് %n. ഇനി ചോയ്സസ് എന്തൊക്കെയാണെന്ന് കൊടുത്തു. ഫസ്റ്റ് വൺ, ടു ഫൈൻഡ് സ്ക്വയർ ഓഫ് ദ നമ്പർ, ടു ഫൈൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് ദ നമ്പർ, ടു ഫൈൻഡ് ക്യൂബ് ഓഫ് ദ നമ്പർ ആൻഡ് ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ നമ്പർ. എന്നിട്ട് എന്ത് ചെയ്യാണ്? അടുത്തതിൽ നമ്മളോട് പറയാണ് നിങ്ങളെ ചോയ്സ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ. യു ക്യാൻ എൻ്റർ യുവർ ചോയ്സ്. അതിപ്പോ നിങ്ങൾക്ക് ഈ ഒരു 4 ചോയ്സസില് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? എന്നിട്ട് എന്ത് ചെയ്യാ? ഒരു ചോയ്സിനെ നിങ്ങൾ അവിടെ സ്കാൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങളിപ്പോ കൊടുത്ത ചോയ്സ് ഏതാണോ ആ ചോയ്സ് ഇപ്പൊ എവിടേക്ക് വന്നു? ഈ സ്വിച്ചിനുള്ളിലേക്ക് വന്നു. അപ്പൊ നിങ്ങൾ 4 ആണ് കൊടുത്തതെന്ന് വെച്ചാൽ സ്വിച്ച് ഓഫ് ചോയ്സ് 4 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 4th ബ്ലോക്കിലേക്ക് ഇത് ജമ്പ് ചെയ്യും. അതല്ല നിങ്ങൾ 3 ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു 3rd ഇത് ജമ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് അതിലേക്ക് ഇത് എന്ത് ചെയ്യും? ജമ്പ് ചെയ്ത് കൊടുക്കും. നിങ്ങളൊരു സിമ്പിൾ കാൽക്കുലേറ്റർ ആണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ ഫസ്റ്റ് ഓപ്ഷൻ അഡിഷൻ, സെക്കൻഡ് വൺ എന്ത് കൊടുക്കും? സബ്ട്രാക്ഷൻ, ദെൻ ഡിവിഷൻ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ. ഇത്രയും കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ഒന്നില് പ്ലസ്, ഒന്നില് മൈനസ്, ഒന്നില് മൾട്ടിപ്ലൈ, ഒന്നില് ഡിവൈഡ്, ഇങ്ങനെ ഓപ്ഷൻസ് കൊടുക്കുക. എന്നിട്ട് അതിന്റെ ബേസിലുള്ള റിസൾട്ട്സ് ആണ് നമുക്ക് കിട്ടുക. അതിനാണ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. റിസൾട്ട് വരുന്നത് എൻ്റർ എനി നമ്പർ. നിങ്ങൾ 4 ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ 4th വൺ എന്താണ്? ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദി നമ്പർ എന്നാണ്. അപ്പൊ എൻ്റർ യുവർ ചോയ്സ് 2 എന്നാണ് നിങ്ങൾ ചോയ്സ് കൊടുത്തതെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ദ നമ്പർ എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. ഓക്കെ, ഇവിടെ ഒരു സിമ്പിൾ പ്രോഗ്രാം ഉണ്ട്. നമ്മൾ മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഒരു നമ്പർ ഈവൺ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ നമ്മള് മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ റിമൈൻഡർ കാണുക എന്നുള്ളതാണ്. ഒരു 0 എന്ന് പറയുന്ന ഒരു 2 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് 0 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഈവൺ നമ്പർ ആണെന്നും 1 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഓഡ് നമ്പർ ആണെന്നും പറയാം. അപ്പൊ അതുപോലുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാം ആണിത്. #include stdio.h ഇൻഡ് മെയിൻ, നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്തു അല്ലെ, ഒരു ഇന്റിജർ ആയിട്ട് ആഡ് ചെയ്തു, അതിനെ സ്കാൻ ചെയ്തു. സ്കാൻ ഓഫ് %d, %n കൊടുത്തു. ഇഫ് n mod 2 = 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഈവൺ ആണെന്ന് പ്രിന്റ് ചെയ്യാം.
അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഓടാണ് പ്രിന്റ് ചെയ്യാം. ദെൻ റിട്ടേൺ 0. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു നമ്പറിന്റെ ആവറേജ് കാണാൻ വെച്ചാൽ എങ്ങനെയൊക്കെ ആയിരിക്കും സ്റ്റെപ്സ് വരാം? ഒരു 4 നമ്പേഴ്സിന്റെ ആവറേജ് കാണണമെങ്കിൽ സ്റ്റെപ്സ് എങ്ങനെയാണ് വരിക? എനി 4 നമ്പേഴ്സ് ആവറേജ് കാണാൻ വേണ്ടിയിട്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ആദ്യം എന്താ പിന്നെ എന്താണ് ഉദ്ദേശിച്ചത്? അതിന്റെ സ്റ്റെപ്സ് 4 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കൊടുക്കണം? ആഷ് ഇൻക്ലൂഡ് കൊടുത്തു. പിന്നെ ഇന്റ് മെയിൻ കൊടുത്തു. പിന്നെ ഇന്റെ ABC 3 പിന്നെ വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യും. ഇന്റ് ABCD കൊടുത്തു. പ്രിന്റ് ഓഫ് എന്റെ പ്രിന്റ് ഓഫ് എന്റെ നമ്പേഴ്സ് നമ്പേഴ്സ് കൊടുക്കും. പിന്നെ ABC സ്കാൻ ചെയ്യാം. സ്കാൻ ഓഫ് %D 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 4 %D കൊടുക്കാം. ABCD നമുക്ക് എന്ത് ചെയ്യാം? സ്കാൻ ചെയ്യാം. Then പിന്നെ സ്കാൻ ചെയ്ത് ടോട്ടൽ നമ്പർ കൊണ്ട് പിന്നെ ഡിവൈഡ് ചെയ്യല്ലേ വേണ്ടേ? ടോട്ടൽ നമ്പർ കൊണ്ട് ടോട്ടൽ സമ്മ് കാണണം. സമ്മ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സമ്മിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് സമ്മ് കാണണ്ടേ? സമ്മ് കാണണം. വാരിയബിൾ കൊടുത്തില്ലല്ലോ. പിന്നെ സമ്മിന് വാരിയബിൾ കൊടുത്തില്ല. ഇന്റെ ABCD എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം? സമ്മും കൂടെ കൊടുക്കാം അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യൂ? പിന്നെ സമ്മ് കാണണ്ടേ? Sum equal to A plus B plus C. A plus B plus C plus D. 4 നമ്പർ ഉണ്ടാവുമല്ലേ? അപ്പം ആവറേജ് കാണാൻ ആവറേജിന് നമ്മൾ ഇത് കൊടുത്തില്ല. എന്ത് ആവറേജ് നമ്മൾ എന്ത് കൊടുത്തില്ല? വാരിയബിൾസ് ഡിക്ലെയർ ചെയ്തില്ല. അപ്പൊ AVG എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യാം. AVG is equal to sum by 4. Sum by 4. ആവറേജ് ഈക്വൽ ടു സം ബൈ 4 കൊടുക്കാം. പിന്നെ പ്രിന്റ് ഓഫ് ആവറേജ് കിട്ടിയില്ലേ? ആവറേജ് കിട്ടി. ഇനി റൺ ചെയ്ത റിസൾട്ട് വരുമോ? എന്നാ റിസൾട്ട് ഉണ്ടല്ലേ? പ്രിന്റ് ഓഫ് അല്ല, പിന്നെ പ്രിന്റ് ഓഫ് ചെയ്യണം. എന്ത് ചെയ്യണം വെച്ചാൽ പ്രിന്റ് ഓഫ് ആവറേജ് ഈസ് %D by ആവറേജ് ഈക്വൽ ടു %D. പിന്നെ ഡബിൾ കോട്ട്സ് ഇല്ലേ? ബ്രേക്ക് ലൈൻ ബ്രേക്ക് ചെയ്യാം. കോമ VG എന്ന് കൊടുക്കാം അല്ലെ? അവിടെ ആംബേഴ്സിന്റെ ആവശ്യമുണ്ടോ? അവിടെ എന്തിനാ ആവശ്യം ഉണ്ടോ? പ്രിന്റ് എഫില് നമുക്ക് ആംബേഴ്സിന്റെ ആവശ്യം വരുന്നുണ്ടോ? ഇല്ല, ആവശ്യമില്ല. ഇല്ല, സ്കാനഫില് മാത്രം ആംബേഴ്സിന്റെ കൊടുത്തത്. പ്രിന്റ് എഫിൽ ആംബേഴ്സിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ പ്രിന്റ് ആവറേജ് ഈസ് ഈക്വൽ ടു %D, AVG. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഒരു ആവറേജ് കാണാനുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈഫെൽസ് അല്ലെങ്കിൽ സ്വിച്ച് വെച്ചിട്ട് ഒരു കാൽക്കുലേറ്റർ ഉണ്ടാക്കാനുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ എന്നല്ല. അപ്പൊ ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം.
നിങ്ങക്ക് ഇനി എപ്പോഴാ ക്ലാസ് വരുന്നത്? ഇനി എപ്പോഴാ നോക്കണം മിസ്സേ. സി നാളെ ഉണ്ട്. വേറെ ക്ലാസ് ഒന്നും ഇല്ലല്ലോ അന്നേ? ഇന്നോ? ആ ഇന്ന് 7 മണിക്കൊന്ന് കാണണ്ടേ? ഏതാ BCA 2 തന്നെയാ ഞങ്ങൾക്ക് തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ ലീവ് ചെയ്തോ. ഓക്കെ. ശരി. ഞാൻ നോക്കട്ടെ, ഞാൻ ഒന്ന് വന്ന് നോക്കാം.